നമസ്തേ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പുത്തൻ പുലരി ആരംഭിക്കുകയാണ്. ഇന്നത്തെ പുത്തൻ പുലരി 2025 ജൂൺ 26, 1200 ആണ്ട് മിഥുനമാസം 12-ാം തീയതി, തിരുവാതിര നക്ഷത്രം. ഇന്നത്തെ രാഹുകാലം കൂടി ശ്രദ്ധിക്കുക. ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയാണ് രാഹുകാലം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഈ സമയമൊക്കെ നോക്കി മാത്രം അവരുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ഡേറ്റും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അതേസമയം ഇന്ന് ഈ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഭാവി തലമുറയെ സംബന്ധിച്ചിടത്തോളം ഒക്കെയും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. ലഹരി കടത്തിനെതിരെയും ലഹരി ഉപയോഗത്തിനെതിരെയും പ്രതിഷേധിക്കാനുള്ള ദിനമായാണ് ഐക്യരാഷ്ട്രസഭ 1989 മുതൽ ആചരിച്ചു പോരുന്നത്. ഈ ദിവസം ലോകമെമ്പാടും നമ്മൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം, അതിലേറ്റവും കൂടുതലായി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ലഹരി ഉപയോഗം വലിയ തോതിൽ ഉപയോഗം പ്രാബല്യത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ യുവതലമുറ, ഒരുപക്ഷെ നമ്മുടെ ഈ തലമുറ തന്നെ ലഹരിക്ക് അടിമയാകുന്നവരുടെ എണ്ണത്തിൽ വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്നൊരു വിഷയം. അതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള പോരാട്ടം നമ്മൾ കടുപ്പിച്ചേ മതിയാവുകയുള്ളൂ. കാരണം ഇത് ലഹരി ഉപയോഗം ഒരാൾ ഉപയോഗിക്കുമ്പോൾ അത് അയാളെ മാത്രമല്ല, അയാളുടെ വരും തലമുറയെപ്പോലും ബാധിക്കുന്നതാണ് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ലഹരി ഉപയോഗം തടയാൻ ഇതിനൊപ്പം തന്നെ ഈ ലഹരി നിർമ്മിക്കുന്നത് തടയാത്തതെന്ന്. ലഹരി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡ്രഗ്സ് എന്നാൽ അതിന് മെഡിസിൻസ് എന്ന അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ഈ ഡ്രഗ്സ് എല്ലാം, അല്ലെങ്കിൽ നമ്മുടെ പലതരത്തിലുള്ള മെഡിസിൻസിൻ്റെ അടിസ്ഥാനം കൂടിയാണ് ഇത്തരം ഡ്രഗ്സ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലാണത് ഉൽപ്പാദനം ആരംഭിക്കുന്നത്. അതെല്ലാം വളരെ നിയന്ത്രിതമായ രീതിയിൽ എല്ലാ രാജ്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതുമാണ്. പക്ഷെ അതിനെ നമ്മൾ ദുരുപയോഗം ചെയ്യുമ്പോഴാണ്, വളരെ നിയന്ത്രിതമായ അളവിൽ നമ്മുടെ രോഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിൽ നിന്ന് മാറി അത് ലഹരിയിലേക്ക് മാറുമ്പോഴാണ് അത് ആപത്കരമാകുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എന്നറിഞ്ഞ് അത്തരമൊരു മാർക്കറ്റ് തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ നമുക്ക് നന്നായി അറിയാം. അപ്പോൾ അതിനെതിരെ നമുക്ക് കണ്ണും കാതും ഒക്കെ തുറന്നു വയ്ക്കാം. നമ്മുടെ കുട്ടികളെയും ഒക്കെ നമുക്കതിൽ നിരക്ഷിച്ച് നിർത്താം. അതിനുവേണ്ടി നമ്മൾ പോരാടും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ തലക്കെട്ടുകളിലേക്ക് പോവാം. ഭാരതാംബ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് ഗവർണർ. പൊതുപരിപാടികളിലും ചിത്രം വയ്ക്കും. കേരള സർവകലാശാല രജിസ്ട്രാറിന്റെ നടപടി വിവാദത്തിൽ. പ്രതിഷേധത്തിന് പിന്നിൽ അനിൽകുമാറിന്റെ ഇടപെടലെന്ന് വിമർശനം. പരാതി നൽകാൻ സെനറ്റ് അംഗങ്ങൾ. പോപ്പുലർ ഫ്രണ്ട് ആഗോള ഭീകര സംഘടനകളുടെ നിഴൽ രൂപം. IS ഭീകരതയെ PFI പിന്തുണച്ചുവെന്ന് NIA. കൂടുതൽ വിവരങ്ങൾ കോടതിക്ക് കൈമാറി. ഇറാൻ അമേരിക്ക ചർച്ച അടുത്തയാഴ്ച. ആണവ കരാറിൽ ധാരണയ്ക്ക് സാധ്യതയെന്ന് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിച്ചത് അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെയെന്നും അവകാശവാദം. സംസ്ഥാനത്ത് മഴ കനത്തു പെയ്യും. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കിയിലും മലപ്പുറത്തും വയനാട്ടിലും സ്കൂളുകൾക്ക് അവധി. കാറ്റിനും കടലാക്രമണത്തിനും സാധ്യത. സംസ്ഥാനത്ത് വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റിൽ ജോലി നേടൽ വ്യാപകം. കോഴിക്കോട് കുറ്റ്യാടിയിൽ മാത്രം നിർമ്മിച്ചത് 30ഓളം സർട്ടിഫിക്കറ്റുകൾ. DGPയോട് അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്ത സർക്കാർ നിലപാട് വിവാദത്തിൽ. പ്രതിഷേധം ശക്തമാക്കാൻ ABVP. നിയമ നടപടിയിലേക്കെന്ന് സർക്കാർ. നടിയെ ആക്രമിച്ച കേസ് ഇന്ന് കോടതിയിൽ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. അന്തിമവാദത്തിന്മേൽ വ്യക്തത തേടും. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. 275 ദശലക്ഷം പേർ മയക്കുമരുന്നിന് അടിമകൾ. 36 ദശലക്ഷം പേർക്ക് വൈകല്യം. സ്കൂൾ അസംബ്ലികളിൽ ലഹരി വിരുദ്ധ സന്ദേശം വായിക്കും. സംസ്ഥാനമാകെ ബോധവൽക്കരണ പരിപാടികൾ.
തലക്കെട്ടുകൾ കണ്ടല്ലോ. നമ്മൾ അതിലേക്കൊക്കെ വളരെ വിശദമായി തന്നെ പോകും. നിങ്ങൾക്കറിയാവുന്നതുപോലെ കൂടുതൽ വിശദാംശങ്ങൾക്കായി എപ്പോഴും നമ്മുടെ റിപ്പോർട്ടർമാർ കൂടെ ചേരാറുണ്ട്. ഒപ്പം നല്ല നല്ല റിപ്പോർട്ടുകളുമൊക്കെ നിങ്ങൾക്ക് നൽകാറുണ്ട്. പക്ഷേ ഇന്ന് ആദ്യം വളരെ പോസിറ്റീവായിട്ടുള്ള നമ്മളെല്ലാവരെയും സന്തോഷത്തിലേക്ക് എത്തിക്കാൻ സാധ്യതയുള്ള ഒരു കുഞ്ഞിനെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. കൊല്ലത്ത് നിന്നുള്ള ഒരു സംഗീതജ്ഞനാണ്. സംഗീതജ്ഞൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു ചിത്രമുണ്ടാകും. പക്ഷേ ഇതൊരു കുഞ്ഞാണ്. 1.5 വയസ്സിൽ താളമിട്ട് തുടങ്ങിയതാണ് അവൻ. 7-ാം വയസ്സിൽ അവൻ വിസ്മയം തീർക്കുകയാണ്. കൊല്ലം മതിലിൽ സ്വദേശി 2-ാം ക്ലാസ്സുകാരൻ ത്രയംബക് കണ്ണനാണ് സംഗീതോപകരണങ്ങൾ അനായാസം കൈകാര്യം ചെയ്ത് അത്ഭുതം സൃഷ്ടിക്കുന്നത്. നമുക്കവനെ കാണാം. ഓർമ്മ വെച്ചത് മുതൽ അമ്മയുടെ പാട്ടിന് താളമിട്ട് തുടങ്ങിയതാണ് ത്രയംബക് കണ്ണൻ. ഇന്ന് സംഗീത ഉപകരണങ്ങളാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു. ഡ്രംസ്, കീബോർഡ്, തബല, ഹാർമോണിയം, ചെണ്ട തുടങ്ങി വിവിധ സംഗീത ഉപകരണങ്ങൾ ഈ കൈകൾക്ക് സുപരിചിതമാണ്. പോലീസ് ഉദ്യോഗസ്ഥനായ കണ്ണൻ, അശ്വതി ദമ്പതികളുടെ ഏക മകനാണ് ത്രയംബക്. വാദ്യോപകരണങ്ങൾ വായിക്കുന്നതിൽ പ്രായത്തിൽ കവിഞ്ഞ പക്വതയാണ്. ഡോക്ടറാകണമെന്നതാണ് ആഗ്രഹം. അപ്പോഴും ഈ കുഞ്ഞു സംഗീതജ്ഞന് എന്നും പ്രിയം ഡ്രംസിനോടാണ്. എനിക്ക് കീബോർഡ് ഡ്രംസുമാണ് ഇഷ്ടം. കുഞ്ഞായപ്പോൾ അപ്പ തന്നെ എനിക്ക് കൊട്ടാനറിയാം. എന്തിലാ കൊട്ടി തുടങ്ങിയത്? ചെണ്ടയില്, കുഞ്ഞു ചെണ്ടയില്. ഫസ്റ്റ് ഒക്കെ കൊട്ടിയപ്പോൾ ഞാന് പാത്രം ഒക്കെ വെച്ചായിരുന്നു. മറ്റേ അടപ്പില്ലേ, ആ പാത്രത്തിന്റെ, അതൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. 1.5 വയസ്സ് മുതലാണ് ത്രയംബകിന്റെ കഴിവുകൾ വീട്ടുകാർ ശ്രദ്ധിച്ചു തുടങ്ങിയത്. തുടർന്ന് എല്ലാവരും ഒന്നിച്ച് പ്രോത്സാഹനം നൽകി. കണ്ടു കണ്ടില്ല മുള്ളാലേ വിരൽ മുറിഞ്ഞു. മോന് 1.5 വയസ്സ് ഉള്ളപ്പോഴാണ് ചെണ്ടയിൽ കൊട്ടി തുടങ്ങിയത്. ഞാൻ പാട്ടുപാടി കൊടുക്കുമ്പോൾ എനിക്ക് താളത്തിൽ തന്നെ കൊട്ടി തരുമായിരുന്നു. ഏത് പാട്ടായാലും അതിനെ താളത്തിലൊത്ത് കൊട്ടാൻ മോൻ ശ്രമിച്ചിരുന്നു. അതും നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമായിരുന്നു താളം ഇടുന്നത് തന്നെ. അപ്പൊ തന്നെ നമുക്ക് ഭയങ്കര അതിശയമായിരുന്നു. 1.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ, കുഞ്ഞല്ലേ, ഇത്രയും കഴിവുണ്ടോ എന്ന് തന്നെ നമുക്ക് ഭയങ്കര അതിശയമായിരുന്നു. വീട്ടുകാർ ആദ്യം വാങ്ങി നൽകിയ ചെറിയ സംഗീത ഉപകരണങ്ങളിലൂടെ ഈ കുഞ്ഞിക്കണ്ണൻ എല്ലാവരുടെയും മനം കവർന്നു. സാക്സഫോണിൽ തുടങ്ങി കേൾക്കുന്ന പാട്ടുകളും ട്യൂണുകളും ഇന്ന് നിമിഷ നേരത്തിനുള്ളിൽ കീബോർഡിലും വായിക്കും. മ്യൂസിക്കൽ ഫിഷൻ ഇതിനോടകം തന്നെ നിരവധി വേദികളിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഒട്ടേറെ പുരസ്കാരങ്ങളും ഈ കലാകാരനെ തേടിയെത്തി. സംഗീതാധ്യാപകൻ വൈശാഖ് ശർമ്മയാണ് ഗുരു. ഇതുമാത്രമല്ല, ചിത്രരചനയിലും മിടുക്കനാണ് ത്രയംബക്. ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളെ വരച്ചാണ് തുടക്കം. പിന്നീട് മുത്തച്ഛൻ തുളസീധരന്റെ കാരിക്കേച്ചർ ഉൾപ്പെടെ നിരവധി ചിത്രങ്ങൾ വരച്ചു. അങ്ങനെ സകലകലാവല്ലഭനായ കൊല്ലത്തെ ഈ കുഞ്ഞിക്കണ്ണൻ നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ്. കുഞ്ഞു കൈകളിൽ വിരിയുന്ന സംഗീതത്തിന്റെ വിസ്മയ ലോകത്തേക്ക് നമ്മെ ഏവരെയും കൂട്ടിക്കൊണ്ടുപോവുകയാണ് ത്രയംബക് കണ്ണൻ. ഡോക്ടറാകണമെന്നുള്ള സ്വപ്നത്തോടൊപ്പം
സംഗീതമാകുന്ന ലോകത്തെ പടവുകൾ ചവിട്ടിക്കയറണമെന്നുള്ള മോഹം തന്നെയാണ് ഈ 7 വയസ്സുകാരുടെ ഉള്ളിലുള്ളത്. ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം. ഇത്രയും പ്രതീക്ഷിച്ചില്ല അല്ലേ നമ്മൾ? ഏതായാലും ഈ 2 ക്ലാസ്സുകാരനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനും അമ്മയ്ക്കും നന്ദി പറയുന്നു. അവനെ നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തിയ മനോജിനോടും നന്ദി പറയുന്നു. ഞാനിപ്പോൾ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ കണ്ണൻ്റെ ആരാധകരുടെ ഒരു കുത്തൊഴുക്കാണ് കമൻറ്റ് ബോക്സിൽ കാണുന്നത്. എല്ലാവരും കണ്ണന് അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം സന്ദീപ് ജിയുടെ മെസ്സേജ് ഞാൻ കണ്ടു, ഞാനത് വായിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഇത്തരം വാർത്തകളുണ്ടല്ലോ, നമുക്ക് ചുറ്റും ഒരുപാട് വാർത്തകളുണ്ടാകും, നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വാർത്തകൾ. ഈ വാർത്തകൾക്കെല്ലാം ഉള്ള ഒരുപക്ഷെ ഈ ലോകത്ത് എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നവരാണ് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ. അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് തൊട്ട് മുൻപായി. പക്ഷെ അതിൽ ഒക്കെയും ഒപ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ആയിട്ടുള്ള എല്ലാ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് എടുക്കുക. ബാക്കിയെല്ലാം അപ്പോൾ പ്രകടിപ്പിച്ച് അങ്ങ് മനസ്സിൽ നിന്ന് കളയുക. അപ്പോൾ നമുക്ക് താങ്കൾ പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് എത്താം. ഞാനത് വായിക്കുന്നില്ല എന്തായാലും. ഓക്കെ, നമുക്കിനി വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കാണ് പോകേണ്ടത്. ഭാരതാംബ വിഷയം. അതിൽ നിലപാട് കടുപ്പിച്ച് തന്നെ വിട്ടുവീഴ്ചയില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് രാജ്ഭവൻ മുന്നോട്ട് പോവുകയാണ്. പൊതുപരിപാടികളിലും ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കും. ഗവർണർക്കെതിരെ പ്രതിഷേധം ഇടത് സംഘടനകൾ ഇങ്ങനെ തുടരുമ്പോഴാണ് ഗവർണർ നിലപാട് കടുപ്പിച്ചുള്ള ഇടപെടലുകൾ നടത്തുന്നത്. നമുക്ക് ശാലിനിയുണ്ട്, ചേരുന്നു വിവരങ്ങളുമായി. ശാലിനി, ഗുഡ് മോർണിംഗ്. ഈ നിലപാട് ഒരിക്കൽ രാജ്ഭവൻ വ്യക്തമാക്കി, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതായത് ഉറച്ചു നിൽക്കുന്ന നിലപാടുകൾ മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ ആ ഒരിക്കൽ പറഞ്ഞതിൽ മാറ്റമില്ല, അതല്ലേ? ഗുഡ് മോർണിംഗ് വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തുടക്കം മുതൽ തന്നെ എന്താണോ ഒരു ഭാരതാംബ വിഷയത്തിൽ രാജ്ഭവൻ സ്വീകരിച്ച നിലപാട്, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സ്വീകരിച്ച നിലപാട്, ആ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഗവർണർ എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ തലസ്ഥാന നഗരിയിൽ കണ്ട പരിപാടി എന്നുള്ളതാണ്. ഇന്നലെ തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ചൊരു പുസ്തക പ്രകാശന ചടങ്ങിലാണ് അദ്ദേഹം വീണ്ടും ആ നിലപാട് കടുപ്പിക്കുകയും വ്യക്തമാക്കുകയും അല്ലെങ്കിൽ മനസ്സിലാകാത്ത SFI KSU പ്രവർത്തകർക്ക് മുൻപിൽ അത് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുള്ളത്. ഭാരതാംബ ആരാണ്, അതല്ലെങ്കിൽ ഭാരതാംബയ്ക്ക് എന്താണ് ഭാരതത്തിന്റെ ചരിത്രത്തിൽ പ്രാധാന്യം എന്നുള്ളത് അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഇന്നലെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർത്തീകരിച്ചതെന്നുള്ളതാണ്. അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ എന്ന പേരിൽ ഇന്നലെയാണ് ശ്രീ പത്മനാഭ സേവാ സമിതി ഒരു പുസ്തകം പ്രകാശനം ചെയ്യാനായി ഗവർണറെ ക്ഷണിക്കുകയും ഇന്നലെ അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് എത്തുകയും ചെയ്തു. അവിടെയും ഒരുപക്ഷെ രാജ്ഭവന് പുറത്തേക്ക് ഭാരതാംബ എത്തുന്നു, ഭാരതാംബ പല വേദികളിലും എത്തുന്നു. അവിടെയൊക്കെ ഗവർണർ എത്തുമ്പോൾ ആ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തുന്നു. താൻ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, എടുത്ത നിലപാടിൽ നിന്ന് താൻ പിന്നോട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഗവർണർ ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം SFI KSU പ്രവർത്തകർ അവിടെ ഉണ്ടാക്കി. പ്രോട്ടോകോൾ അടക്കം ലംഘിച്ചുകൊണ്ട് ഇന്നലെ ഗവർണറുടെ പരിപാടിയിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം SFI KSU പ്രവർത്തകർ നടത്തി. ആ പ്രതിഷേധങ്ങൾക്ക് മുൻപിലൂടെയാണ് ഒരു രീതിയിലുമുള്ള വിഷമങ്ങളില്ലാതെ, ഒരു രീതിയിലുള്ള നിലപാട് മാറ്റമില്ലാതെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ പ്രതിഷേധക്കാരുടെ മുന്നിലൂടെ തന്നെ വന്ന് ആ പരിപാടിയിൽ അദ്ദേഹം ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും അദ്ദേഹം ഭദ്രദീപം കൊളുത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്, കേരളത്തിലേക്ക് താൻ വന്നത് ഒരു രീതിയിലും ആരുമായി തർക്കിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാക്കാനോ ഒന്നുമല്ല, ആരുമായി ഒരു വാക്ക് തർക്കത്തിനും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കും ഒന്നും താനില്ല. പക്ഷേ തന്റെ നിലപാടുകൾ അതെന്നും താൻ ഉറച്ചു നിൽക്കും, ആ നിലപാടുകൾക്കൊരു മാറ്റവുമില്ല. ഏതെങ്കിലും തരത്തിൽ ഭാരതാംബ വിഷയത്തിൽ ചർച്ച വേണമെങ്കിൽ സർക്കാരുമായി ചർച്ച നടത്താൻ പോലും, തുറന്ന സംവാദത്തിന് പോലും താൻ തയ്യാറാണ് എന്നുകൂടി ഗവർണർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ മാത്രമല്ല, അതിന് തുടക്കമിട്ടത് ഒരുപക്ഷെ ഗവർണർ നടത്തുന്ന പരിപാടിയിൽ എത്താതെ ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന കൃഷിമന്ത്രി P. പ്രസാദ്, തൊട്ടു പിന്നാലെ തന്നെ ആ പരിപാടിയിലെത്തി പ്രതിഷേധം അറിയിച്ച മന്ത്രി V. ശിവൻകുട്ടി അടക്കമുള്ളവർക്ക് കൃത്യമായ മറുപടി കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. എവിടെയൊക്കെ പരിപാടി അവതരിപ്പിക്കുന്നു അവിടെയൊക്കെ ഭാരതാംബ ഉണ്ടാകും, തന്റെ നിലപാടുകൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഗവർണർ ഇപ്പോൾ പറയുന്നത്. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത് വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ രാജ്ഭവന് പുറത്തേക്കൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവിടെയൊക്കെ ഇനി ഭാരതാംബ തുടർച്ചയായി ഉണ്ടാകും. ആ ചിത്രത്തിൽ ഗവർണർ പുഷ്പാർച്ചന നടത്തും, ഭദ്രദീപം കൊളുത്തും. ആർക്കൊക്കെ ഏതൊക്കെ തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകുന്നുമോ ആ വിഷമങ്ങൾ പ്രതിഷേധമായി ഉണ്ടായാലോ ആ പ്രതിഷേധങ്ങൾ താൻ വകവെക്കില്ല എന്നുള്ളത് തന്നെയാണ് ഗവർണർ ആവർത്തിക്കുകയും ചെയ്യുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇന്നലെ മിസോറാം മുൻ ഗവർണറും BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനുമൊക്കെയായ കുമ്മനം രാജശേഖരൻ പ്രതികരിക്കുകയുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ തന്നെയാണ്, ഭാരതാംബയുടെ എന്താണ് ഇത്തരത്തിലൊരു അസഹിഷ്ണുത തോന്നുന്നത്? കാരണം ഇന്നലെ
നടന്ന പരിപാടി അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ എന്നുള്ള പുസ്തക പ്രകാശനമാണ്. അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനത്തിലാണ് ആ പരിപാടി നടത്തുന്നത്. മറ്റൊരു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ രീതിയിലുള്ള ഒരു പോലീസ് രാജ് തന്നെയാണ് തലസ്ഥാനത്ത് ഇന്നലെ കണ്ടത്. കാരണം ഗവർണറുടെ പ്രോട്ടോകോൾ ലംഘിക്കാനും ഗവർണറുടെ പരിപാടിയിലേക്ക് തള്ളിക്കയറാൻ പോലീസ് തന്നെ സംരക്ഷണ വലയമൊരുക്കി SFI KSU പ്രവർത്തകരുടെ മുൻപിൽ നിൽക്കുന്നു എന്നുള്ള കാഴ്ചകൾ നമ്മൾ ജനം TVയിലൂടെ പുറത്തുവിട്ടതാണ്. ഒപ്പം തന്നെ ഈ പ്രതിഷേധക്കാരെ വാഹനത്തിൽ പിടിച്ചു കയറ്റുകയും പിന്നീട് SFI പ്രവർത്തകരെ വാഹനത്തിൽ നിന്ന് ഇറക്കി വിടുന്ന കാഴ്ചകളടക്കം പോലീസ് സ്വീകരിക്കുകയും അവരിറങ്ങി പൊക്കോട്ടെ എന്ന നിലപാട് പോലീസ് സ്വീകരിച്ചതും നമ്മൾ ജനം TVയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ 50 വർഷങ്ങൾക്ക് മുൻപ് എന്താണോ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് നടത്തിയ സമാനമായൊരു സാഹചര്യം ഇന്നലെ ഗവർണറുടെ പരിപാടിക്കിടയിലും പോലീസ് നടത്തി. എന്തായാലും അതിലടക്കമുള്ള പ്രതിഷേധം BJP നേതാക്കന്മാർ, BJPയുടെയും മറ്റ് RSSന്റെയും ഒക്കെ പ്രവർത്തകർ പറയുകയും ചെയ്തിട്ടുണ്ട്. കുമ്മനം രാജശേഖരൻ പറഞ്ഞതുപോലെ വരും ദിവസങ്ങളിലും ഭാരതാംബ ചിത്രം വെച്ചുകൊണ്ട് തന്നെ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രതിഷേധിക്കുന്നവർ പ്രതിഷേധിച്ചോട്ടെ. ഭാരതാംബയെ മാറ്റി നിർത്തിയൊരു ചരിത്രം ഭാരതത്തിനില്ല എന്ന് ഊട്ടിയുറപ്പിക്കുന്നത് തന്നെയായിരുന്നു ഇന്നലെ നടന്ന പരിപാടിയും ഒപ്പം തന്നെ ഗവർണറുടെ നിലപാടും എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും വരും ദിവസങ്ങളിലും ഗവർണറുടെ വിവിധ പരിപാടികൾ തലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഭാരതാംബ ചിത്രം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രതിഷേധക്കാർ ഒരു ഭാഗത്തുണ്ടാവും. അവരുടെ മുന്നിലൂടെ നിലപാട് വ്യക്തമാക്കി ഗവർണർ ആ വേദിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. നമ്മൾ ആദ്യഘട്ടങ്ങളിൽ ഇന്നലെ ഈ പരിപാടി തുടങ്ങിയപ്പോൾ പ്രതിഷേധം ശക്തമായപ്പോൾ പരിപാടി റദ്ദ് ചെയ്യുമോ, ഗവർണർ എത്തുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക ഒരു ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അതിനെയൊക്കെ തിരസ്കരിച്ചുകൊണ്ടാണ് 6 മണിയോടുകൂടി ഗവർണർ ആ വേദിയിൽ എത്തുകയും ഒരു രീതിയിലുമുള്ള സങ്കടങ്ങളില്ലാതെ അല്ലെങ്കിൽ ഒരു രീതിയിലും പിന്നോട്ട് വയ്ക്കാത്ത കാലമായി അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്ത് നിലപാട് കൃത്യമായി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന വരും ദിവസങ്ങളിലും കൃത്യമായ പരിപാടി കൃത്യമായ രീതിയിൽ ഗവർണറെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒപ്പം തന്നെ ഗവർണർ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി തന്നെ പരിപാടി ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലപാട് കടുപ്പിക്കുകയാണ് രാജ്ഭവൻ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ സർക്കാർ തലത്തിൽ നിന്നൊരു കത്ത് രാജ്ഭവനിലേക്ക് അയക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് എന്താണ് ഭാരതാംബ വിഷയത്തിലെ ഗവർണറുടെ നിലപാടും രാജ്ഭവന്റെ നിലപാടും എന്നുള്ളത് ഗവർണർ തന്നെ ആവർത്തിക്കുകയും ചെയ്യുകയാണ്. വീണ. ഓക്കെ, ശരി ശാലിനി. അതേസമയം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കാനിരുന്ന പരിപാടിയിൽ തടസ്സം സൃഷ്ടിച്ച സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ നടപടി വിവാദത്തിലാവുകയാണ്. ഇടതുപക്ഷ സംഘടനകളെ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ ഇറക്കിയതിന് പിന്നിലും ഇടത് അധ്യാപക നേതാവായിരുന്ന അനിൽകുമാറിന്റെ ഇടപെടലെന്നും വിമർശനമുണ്ട്. കോഡ് ഓഫ് കോണ്ടാക്ട് ലംഘിച്ചുകൊണ്ട് രജിസ്ട്രാർ നടത്തിയ ഇടപെടലിനെതിരെ സർവകലാശാല വൈസ് ചാൻസലർക്കും ഗവർണർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. ഇത് പരിപാടി ബുക്ക് ചെയ്ത സമയത്ത് സർവകലാശാലയുടെ ചട്ടങ്ങളും നിയമങ്ങളും അനുശാസിക്കുന്ന അണ്ടർടേക്കിംഗ് തന്നെങ്കിൽ മാത്രമേ നൽകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കത്ത് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ എഗ്രിമെൻ്റ് അവർ ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ആ ഒപ്പിട്ട് തന്നതിൻ്റെ ലംഘനമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. സർവകലാശാല ഇതിനൊരു നിയമാവലി, സെനറ്റ് ഹാൾ അനുവദിക്കുന്നതിന് ഒരു നിയമാവലി കൊടുത്തിട്ടുണ്ട്. ആ നിയമാവലി അംഗീകരിച്ച് നൽകിയ നിയമാവലി അനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ശരി ആയിക്കോട്ടെ ശരി, ഓക്കെ, താങ്ക് യു. നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തിയാണ് കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ സെനറ്റ് ഹാളിലെ ഗവർണർ പരിപാടി തടയാനെത്തിയത്. ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പരിപാടിക്കെതിരെ പ്രതികരിക്കുകയും ചെയ്തു. സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയാണെന്നിരിക്കെ രജിസ്ട്രാർ സെനറ്റ് ഹാളിലെത്തുകയും പരിപാടി നടത്താൻ പാടില്ല എന്ന് സംഘാടകരോട് ആവശ്യപ്പെടുകയും ചെയ്തു. സെനറ്റ് ഹാളിൽ നടക്കുന്ന പരിപാടികളുടെ ഉത്തരവാദിത്തം അതത് സംഘടനകൾക്കാണെന്നിരിക്കെ അനിൽകുമാർ നടത്തിയത് നഗ്നമായ നിയമലംഘനമാണെന്നാണ് വിമർശനം. രജിസ്ട്രാറുടെ ഈ നടപടിക്കെതിരെ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗങ്ങളും രംഗത്തെത്തി. കോഡ് ഓഫ് കോണ്ടാക്ടിന്റെ നഗ്നമായ ലംഘനമാണ് രജിസ്ട്രാർ നടത്തിയതെന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആരോപണം. രജിസ്ട്രാറുടെ ചട്ടലംഘനത്തിനെതിരെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്കും ഗവർണർക്കും പരാതി നൽകുമെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ അറിയിച്ചു. ഈ സർവകലാശാലയുടെ ചാൻസലർ കൂടിയാണ് ബഹുമാനപ്പെട്ട ഗവർണർ. അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പരിപാടി തടസ്സപ്പെടുത്താൻ രജിസ്ട്രാർക്ക് യാതൊരു അവകാശവും ഭരണഘടനാപരമായിട്ടും ഈ പറയുന്ന സർവകലാശാലയുടെ ചട്ടങ്ങൾക്ക് പ്രകാരവും അനുവദിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വാടകയ്ക്കെടുത്ത് നടത്തുന്ന പരിപാടി മതചിഹ്നങ്ങൾ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം ബഹുമാനപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് സംഘാടകർ കൊടുത്തിരുന്നു. ഇവിടെ മതചിഹ്നങ്ങളൊന്നുമില്ല, ഇത് സാംസ്കാരിക ചിഹ്നമാണ്. അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധികൾ തന്നെ, മധ്യപ്രദേശ് അടക്കമുള്ള ചില ഹൈക്കോടതി വിധികൾ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ പരിപാടി തടസ്സപ്പെടുത്താൻ സർവകലാശാല അധികാരികൾക്ക് യാതൊരു നിയമപരമായ സാധുതയും ഇല്ല എന്ന് അടിവരയിട്ട് തന്നെ പറയുന്നു. ഗവർണറുടെ പരിപാടി സ്ഥലത്ത് നടന്ന സംഘർഷങ്ങളിലും ദുരൂഹതയുണ്ടെന്നാണ് ആക്ഷേപം. സെനറ്റ് ഹാളിനുള്ളിൽ രജിസ്ട്രാർ നിൽക്കുമ്പോൾ തന്നെയാണ് പ്രതിഷേധങ്ങളുമായി വിദ്യാർത്ഥി സംഘടനകൾ ഹാളിനുള്ളിൽ പ്രവേശിച്ചത്.
ഇതും വിവാദത്തിന് ഇടയാക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി പരിസരത്തുണ്ടാകുന്ന സംഘർഷങ്ങളെ ലഘൂകരിക്കാൻ ഉത്തരവാദിത്തമുള്ള രജിസ്ട്രാറുടെ ഇടപെടൽ പ്രശ്നത്തെ ആളിക്കത്തിക്കാൻ കാരണമായി എന്നാണ് വിമർശനം. CPM-നെയും ഇടതുപക്ഷ സംഘടനകളെയും സർക്കാരിനെയും തൃപ്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് രജിസ്ട്രാറുടെ ചട്ടലംഘനം എന്നാണ് ഉയരുന്ന ആക്ഷേപം. ജനം, തിരുവനന്തപുരം. ആതിര ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നു, എന്ത് പറ്റി വീണ ചേച്ചി, ത്രോട്ട് സുഖമില്ലേ എന്ന്. ഈ മഴ വരുന്നു, വെയിൽ വരുന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് സംഭവിച്ചാണ്. ഏതായാലും ഞാൻ എന്നോട് സഹകരിക്കുക, എന്നാലും നിങ്ങളും അത് ശ്രദ്ധിക്കുക. ഇതിനിടയിൽ വിപിൻ വെള്ളിയാട്ട് എന്ന പ്രേക്ഷകൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ലോക ശീതീകരണ ദിനമാണ്, വേൾഡ് റെഫ്രിജറേഷൻ ഡേ. അങ്ങനെ ഒരു ദിവസത്തെക്കുറിച്ച് പക്ഷേ നമ്മളൊരു ആചരണം ഒന്നും നടത്താത്തതുകൊണ്ടായിരിക്കാം ശ്രദ്ധിക്കാത്തത്. പക്ഷെ നമുക്ക് നന്നായി അറിയാം ഹൈഡ്രോ ഫ്ലൂറോ കാർബണുകൾ അല്ലേ, അത് ഞാൻ വിപിൻ അതങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഓസോൺ പാളികൾക്കൊക്കെയും പ്രശ്നമുണ്ടാക്കുന്ന വാതകങ്ങൾ പലതുമാണ് നിയന്ത്രിച്ച് ഇത്തരം ഈ AC-യിലും റെഫ്രിജറേറ്ററുകളിലും ഒക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് നശിപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുമ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന വാതകങ്ങൾ എത്രത്തോളം ഓസോൺ പാളിയെ പ്രശ്നത്തിൽ ഉണ്ടാക്കുന്നു എന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അതിനെതിരെയൊക്കെ ഉള്ളൊരു ബോധവൽക്കരണം കൂടിയായി ഈ ദിനത്തെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത്തരം ദിവസങ്ങൾ കൂടി നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും അത് ഓർമ്മിപ്പിച്ചതിന് വളരെ നന്ദി വിപിൻ. താങ്കളൊരു ടെക്നീഷ്യനാണെന്ന് എനിക്ക് നന്നായി അറിയാം. അത് കൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ പോകേണ്ടതുണ്ട്. നമുക്ക് ഈ ശീതീകരണ യന്ത്രങ്ങളൊക്കെ അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ചൂടൊക്കെ വല്ലാതെ ഉയരുമ്പോൾ നമുക്ക് AC ഇല്ലാതിരിക്കാൻ പറ്റില്ല. മരുന്ന് സൂക്ഷിക്കാനെങ്കിലും നമുക്ക് ഫ്രിഡ്ജ് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ നശിപ്പിക്കപ്പെടുമ്പോൾ കൃത്യമായി ശാസ്ത്രീയമായി നശിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. PFI ഭീകരവാദികൾ ആഗോള ഭീകര സംഘടനകളുടെ നിഴൽ രൂപങ്ങളെപ്പോലെ പ്രവർത്തിച്ചുവെന്ന് NIA. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭീകരതയെ PFI പിന്തുണച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ IS-ൽ ചേർന്നതിന്റെ വിവരങ്ങളും NIA കോടതിക്ക് കൈമാറി. PFI ഭീകരവാദികളുടെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് 977 പേരുണ്ടെന്ന് NIA റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നിഷ ചേരുന്നു വിവരങ്ങളുമായി. നിഷ, ഈ 977 പേരുടെ ലിസ്റ്റ് റിട്ടയർഡ് ജഡ്ജി അടക്കമുള്ള ആ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ തന്നെ ഈ വിഷയം ചർച്ചയാക്കപ്പെട്ടതാണ്. അപ്പോൾ NIA നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്ന വിവരങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ സ്വാഭാവികമായും. വിവരങ്ങൾ എന്തൊക്കെയാണ്? യെസ്, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകേണ്ടത്. നിഷ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ PFI ഭീകരവാദികൾ ആഗോള ഭീകര സംഘടനകളുടെ നിഴൽ രൂപങ്ങളെപ്പോലെ പ്രവർത്തിച്ചു എന്ന് വ്യക്തമാക്കുന്ന എന്തൊക്കെ തെളിവുകൾ NIA ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? വീണ, 4 PFI ഭീകരരുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത്തരത്തിലുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ആഗോള ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്ന നിലപാട്, അതായത് ആഗോള ഭീകര സംഘടനകൾ ഭാരതത്തിലും വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനായി PFIയെ ഉപയോഗിച്ചിരുന്നു. അതിനാണ് PFI ശ്രമിച്ചത്. ISIS പ്രചരണത്തിനുള്ള വീഡിയോകളും രേഖകളും പോപ്പുലർ ഫ്രണ്ടിന്റെ ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിരുന്നതായും NIA കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു സമാന്തര നീതിന്യായ സംവിധാനം ഉണ്ടാക്കാനും ഇസ്ലാമിക ഭരണം ഭാരതത്തിലടക്കം സ്ഥാപിക്കാനുമാണ് PFI ശ്രമിച്ചിരുന്നതെന്നും NIAയുടെ നിർണായക റിപ്പോർട്ടിലുണ്ട്. എന്തായാലും സാമുദായിക സൗഹാർദ്ദം തകർക്കാനും ഒപ്പം തന്നെ പ്രകോപനപരമായ പ്രസംഗങ്ങളടക്കം ഈ ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിരുന്നതായും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും PFI ഭീകരവാദികളുടെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് 977 പേരുണ്ടായിരുന്നതായും ഇതിൽ ഇതര മതസ്ഥരെയും മറ്റ് രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ NIA ഇതിനായി ലക്ഷ്യമിട്ടിരുന്നതായും PFI ഇതിനായി ലക്ഷ്യമിട്ടിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആലുവയിൽ നിന്നുള്ള റിട്ടയർഡ് ജഡ്ജി അടക്കമുള്ള ആളുകൾ ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം നിർണായക വിവരങ്ങളാണ് ഈ 4 PFI ഭീകരരുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ടായിരുന്നത്. എന്തായാലും ഭാരതത്തിലടക്കം വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനും ഇത്തരം ഈ ഗ്രൂപ്പുകളെ ഉപയോഗിച്ചിരുന്നതായും ഉള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വീണ. ഓക്കെ, ശരി നിഷ. ഇനി വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് അറിയില്ലാത്ത ഒരുപക്ഷെ അറിയാവുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവരെയും അറിയിക്കാം നമുക്ക് ഈ വിഷയം. എന്താണെന്ന് വെച്ചാൽ, ഈ കൊട്ടിയൂർ ഉത്സവത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ വിശദമായിട്ടുള്ള വാർത്തകളൊക്കെ നൽകിയിരുന്നു. മകം കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത കൊട്ടിയൂരിൽ ഈ കൊട്ടിയൂർ പെരുമാളിനെ കാണാനും പ്രാർത്ഥിക്കാനും ഭാഗ്യം ലഭിച്ച നങ്ങ്യാരമ്മയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൊട്ടിയൂരിൽ കൂത്ത് അവതരിപ്പിക്കാൻ എത്തുന്ന നങ്ങ്യാരമ്മയ്ക്ക് മാത്രം കൊട്ടിയൂരിലേക്ക് സ്ത്രീകൾ പ്രവേശിക്കുന്നതിന് മുൻപേ തന്നെ പ്രവേശിക്കാനും ഈ മകം കഴിഞ്ഞതിന് ശേഷവും അവിടെ തുടരാനുള്ള ഭാഗ്യവുമുണ്ട്. നമുക്ക് നോക്കാം. നമസ്കാരം.
കൊട്ടിയൂർ മഹോത്സവത്തിന് മകം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. എന്നാൽ ആ സമയത്തും ഭഗവാനെ കാണാനും ഇവിടെ ഇരിക്കാനും ഭാഗ്യമുള്ള ഒരാളാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. നങ്ങ്യാരമ്മ എന്നാണ് വിളിക്കാറ്. അമ്മേ നമസ്കാരം. എന്താണ് അമ്മയുടെ പേര്? എന്റെ പേര് രമാദേവി. രമാദേവി. എവിടെയാണ് സ്ഥലം? ഒറ്റപ്പാലം. ഒറ്റപ്പാലം. ഇപ്പൊ എത്ര വർഷമായി നങ്ങ്യാരമ്മയായിട്ട്? ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട് 5 കൊല്ലമായി. 5 കൊല്ലം. എന്താണ്, ആരാണ് ഈ നങ്ങ്യാരമ്മ? നങ്ങ്യാരമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്പ്യാരുടെ സ്ത്രീകൾക്ക് നങ്ങ്യാരമ്മ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ എന്താണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന ആചാരം? ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ കൂത്തിന് അരങ്ങത്തിരിക്കുക എന്നുള്ളതാണ്. അരങ്ങത്തിരുന്ന ശ്ലോകം ചൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഏത് തരത്തിലുള്ള ശ്ലോകങ്ങളാണ് നമ്മള്? അത് ഓരോ കഥകൾക്കനുസരിച്ച് വ്യത്യസ്തമായിട്ട് വരും. ഇപ്പൊ നമുക്കറിയാം ഇവിടെ കൊട്ടിയൂരിനെ സംബന്ധിച്ചുള്ള സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ്. ഒപ്പം തന്നെ മകം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ആർക്കും ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല. പക്ഷെ ആ സമയത്തും ഭഗവാനെ കാണാനും ഇവിടെ ഇരിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മുമ്പ് കുടുംബക്കാരായിട്ട് തന്നെ അമ്മയുടെ അമ്മയും ഒക്കെ ആയിട്ട് തന്നെ ഇവിടെ കൂത്തിന് വരുന്നുണ്ടായിരുന്നവരാണ്. ആ ഭാഗ്യത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് തന്നെ പറയാം. എങ്ങനെയാണ് മകം കഴിഞ്ഞാലുള്ള ഇവിടുത്തെ കാര്യങ്ങള്? ഇവിടെ മകം കഴിഞ്ഞാൽ എനിക്ക് പുറത്തുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും അറിയില്ല. എന്താ വെച്ചാൽ എനിക്ക് പുറത്തേക്ക് അങ്ങനെ പോകാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. ഇവിടെ കൂത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം ഉള്ളിൽ തന്നെ ആയിരിക്കും. പൊതുവെ ഒരു ശാന്തമായ അന്തരീക്ഷം ആ സമയത്ത്. ഇപ്പൊ അമ്മ 4 വർഷമായി. ആദ്യത്തെ പ്രാവശ്യം വരുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു? ആദ്യത്തെ പ്രാവശ്യം എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നും അറിയാത്ത അന്ന് എന്താ വെച്ചാല് എൻ്റെ അമ്മക്ക് 10-80 വയസ്സായി. അപ്പൊ കൊറോണയുടെ സമയത്ത് 80 വയസ്സ് കൂടുതൽ ഉള്ളവർക്ക് വരാൻ പാടില്ല എന്നുള്ള ഒരു കാരണത്താല് മുടങ്ങല്ലേ എന്ന് വിചാരിച്ചു വന്നതാണ് ഞാൻ. കൂത്ത് മുടങ്ങാൻ പാടില്ലല്ലോ, ആരുമില്ല, അങ്ങനെ വിചാരിച്ചു വന്നതാണ്. പിന്നെ ഇപ്പൊ ആരും വരാല്ലാത്തത് കാരണം എല്ലാ കൊല്ലവും വരുന്നുണ്ട് എന്ന് മാത്രം. ഒന്നാമത്തെ കാര്യം ഇവിടെ 1 മാസമൊക്കെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഫാമിലിയെ വിട്ടിട്ട്. എനിക്ക് പിന്നെ അത്ര പ്രശ്നങ്ങൾ ഫാമിലി ആയിട്ട് ഇല്ലാത്തത് കാരണം കുഴപ്പമില്ല. അതെ. ഇപ്പൊ ആദ്യം കൊട്ടിയൂര് വന്നത് സമയത്ത് ഇങ്ങനെ നങ്ങ്യാരമ്മയായിട്ടല്ലല്ലോ വന്നിട്ടുണ്ടാവുക? ഞാൻ അമ്മയുള്ള സമയത്ത് തൊഴാൻ വരാറുണ്ടായിരുന്നു. പക്ഷെ നങ്ങ്യാരമ്മമാരെ അറിയണവർ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ കൂത്ത് കഴിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു നിയമം. ഇത് നമ്മൾ എങ്ങനെയാ പഠിക്കുന്നത്? നങ്ങ്യാർകൂത്ത് പഠിക്കണം എന്നുള്ളതാണോ? ഞങ്ങളെ സാധാരണ ഞങ്ങൾക്ക് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് നങ്ങ്യാർകൂത്ത് പഠിച്ച് അവനെ അരങ്ങേറ്റം എന്ന് പറയും, അത് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. അമ്മ ചെയ്തിട്ടില്ല? ഇല്ല, പഠിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആ സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ഇപ്പൊ നമ്മുടെയൊക്കെ ഇപ്പത്തെ കാലത്തേക്ക് പോലെയല്ലല്ലോ. അമ്മയുടെ അമ്മ വരുന്ന സമയത്തൊക്കെ കുറച്ചും കൂടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അമ്മ അന്ന് ഞാൻ തൊഴാൻ വരുന്ന സമയത്തും ഇവിടെ ഈ വക സൗകര്യങ്ങളൊന്നും അന്നത്തെ നോക്കുമ്പോ ഇന്ന് നല്ലോണം സൗകര്യങ്ങള് കൂടുതലുണ്ട്. അന്ന് ഒരു സൗകര്യവും ഉണ്ടായിരുന്നില്ല. ബസ് സൗകര്യം ആയാലും ബാക്കി എല്ലാ സൗകര്യങ്ങളും വളരെ കുറവായിരുന്നു. ഇത്രയും തിരക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്നിപ്പോ സൗകര്യം കൂടുന്നതിനനുസരിച്ച് തിരക്കും കൂടുതലാണല്ലോ. അപ്പൊ പിന്നെ രണ്ടും നോക്കുമ്പോ 2 വ്യത്യസ്തമായ കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. ഇപ്പൊ ചാക്യാർകൂത്ത് എത്ര ദിവസമാണ് ഇവിടെ ഉണ്ടാവുക? ഇവിടെ ചാക്യാർകൂത്ത് തുടങ്ങി അന്ന് മുതൽക്കുണ്ട്. ഇന്നലെ മുതൽക്കേ തുടങ്ങി. പക്ഷെ ഇവിടെ വേറെ വ്യത്യസ്തമായിട്ടുള്ള കൂത്തുകളാണ് നടക്കുന്നത്. മത്തവിലാസം കൂത്തിനാണ് ഇവിടെ പ്രാധാന്യം കൂടുതലെന്ന് തോന്നുന്നു. ഇപ്പൊ നമുക്കറിയാം അതാണ് വഴിപാട്. അധികം മത്തവിലാസം കൂത്തിനാണ് വഴിപാട് വരുന്നത്. ഇപ്പൊ നമുക്കറിയാം ഈ നട തുറന്ന അന്നും സ്ത്രീകൾക്ക് ഇവിടെ വരാൻ പറ്റില്ല. ഭണ്ഡാരം എഴുന്നള്ളിത്ത് കഴിഞ്ഞിട്ടാണ്. പക്ഷെ അതിന് മുൻപേ അമ്മ ഇവിടെ എത്താറുണ്ട്. ദിവസം ഞങ്ങക്ക് വരണമെന്ന് വെച്ചാൽ ഭണ്ഡാരം എഴുന്നള്ളിച്ച് വന്നാൽ അപ്പൊ തന്നെ കൂത്തുണ്ട്. അത് കാരണം തലേ ദിവസം വരണം. അപ്പൊ പൊതുവെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഇടാണ്. അപ്പൊ വരുന്ന സമയത്ത് ആളുകള് തടയുകയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഉണ്ട്. ആൾക്കാരെ പരിചയമില്ലാത്ത ആള് കൂടെ ഇല്ലാന്ന്, പരിചയമുള്ള ആള് കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ അവര് കടത്തി വിടില്ല. അവര് ചോദിച്ച് ഓഫീസിൽ അവരവരെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നു. വിടാൻ പാടില്ല. ഓരോ നിയമങ്ങളും നിഷ്ഠകളുണ്ടല്ലോ, അതിനെ അവർക്കറിയില്ലല്ലോ നമ്മൾ ലംഘിക്കുകയാണോന്ന്. ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം നടക്കണ കാരണം എന്തൊക്കെ വ്രതങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് എടുക്കാറുള്ളത്? ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങള് വെജിറ്റേറിയൻസാ. അത് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് വ്രതങ്ങളൊന്നും ഞങ്ങൾക്ക് അത്യാവശ്യം വരാറ് പതിവില്ല. എന്താ വെച്ചാൽ അങ്ങനെയൊന്നും കഴിക്കലില്ലാത്ത കാരണം. പിന്നെ കുളിക്കലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്ഥിരമാണ്. കുളിച്ചല്ലാണ്ട് ഞങ്ങൾ വെള്ളം കുടിക്കാറ് പതിവില്ല. ഒരിക്കലെടുക്കാം, എത്ര തന്നെ ഒരിക്കലെടുക്കണം. എത്ര ദിവസത്തോളം? അങ്ങനെ ഒന്നുമില്ല, 1 മാസം. എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിന്. താങ്ക് യു. നമഃ ശിവായ.
മഴയുടെ അപ്ഡേറ്റ് പറയാനൊക്കെ പറയുന്നുണ്ട് പ്രേക്ഷകർ. എല്ലാത്തിലേക്കും വരാം, ചെറിയ ഇടവേള. ലേറ്റായിട്ട് പുത്തൻ പുലരി കാണാൻ കയറിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ തലക്കെട്ടുകൾ നോക്കാം ഒരിക്കൽ കൂടി. ഭാരതാംബ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് ഗവർണർ, പൊതുപരിപാടികളിലും ചിത്രം വയ്ക്കും. കേരള സർവകലാശാല രജിസ്ട്രാറിന്റെ നടപടി വിവാദത്തിൽ പ്രതിഷേധത്തിന് പിന്നിൽ അനിൽകുമാറിന്റെ ഇടപെടലെന്ന് വിമർശനം. പരാതി നൽകാൻ സെനറ്റ് അംഗങ്ങൾ. പോപ്പുലർ ഫ്രണ്ട് ആഗോള ഭീകര സംഘടനകളുടെ നിഴൽ രൂപം. IS ഭീകരതയെ PFI പിന്തുണച്ചുവെന്ന് NIA. കൂടുതൽ വിവരങ്ങൾ കോടതിക്ക് കൈമാറി. ഇറാൻ അമേരിക്ക ചർച്ച അടുത്തയാഴ്ച. ആണവ കരാറിൽ ധാരണയ്ക്ക് സാധ്യതയെന്ന് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിച്ചത് അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെയെന്നും അവകാശവാദം. സംസ്ഥാനത്ത് മഴ കനത്തു പെയ്യും. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കിയിലും മലപ്പുറത്തും വയനാട്ടിലും സ്കൂളുകൾക്ക് അവധി. കാറ്റിനും കടലാക്രമണത്തിനും സാധ്യത. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്ത സർക്കാർ നിലപാട് വിവാദത്തിൽ. പ്രതിഷേധം ശക്തമാക്കാൻ ABVP. നിയമ നടപടിയിലേക്കെന്ന് സർക്കാർ. കോടതിയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേസ്, നടിയെ ആക്രമിച്ച കേസ്. ഇത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. അന്തിമവാദം പൂർത്തിയായ ശേഷം വ്യക്തത തേടിയുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. വിചാരണ അന്തിമഘട്ടത്തിലെത്തിയ കേസിൽ വൈകാതെ വിധി പറയാനാണ് സാധ്യത. നിഷ ദിലീപ് ചേരുന്ന വിവരങ്ങളുമായി. നിഷ, അപ്പോൾ ഇന്നത്തെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് കോടതിയിൽ? വീണ, 2018 ഈ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിക്കുന്നത്. വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീം കോടതി പല തവണ സമയപരിധി നൽകിയെങ്കിലും വിചാരണ കോടതിക്ക് അത് പാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പല കാരണങ്ങളായിരുന്നു. ഒന്ന്, കോവിഡ് വ്യാപനം, പിന്നീട് വിചാരണ കോടതിക്ക് മുന്നിലുള്ള മറ്റ് കേസുകൾ, പ്രോസിക്യൂട്ടർമാരുടെ രാജി, ഇതൊക്കെ കാരണം ഈ കേസിൻ്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഒപ്പം തന്നെ കേസിൽ 261 സാക്ഷികളെ വിസ്തരിച്ചു. 1700-ലധികം രേഖകളും കോടതിക്ക് കൈമാറിയിരുന്നു. 2017 ഓടുന്ന വാഹനത്തിൽ വെച്ച് എറണാകുളത്ത് നടി ആക്രമിക്കപ്പെട്ടത്. 2017 ഫെബ്രുവരിയിൽ ദിലീപ് അടക്കം 9 പ്രതികളാണ് കേസിലുള്ളത്. കേസിൽ ദിലീപ് ജയിൽവാസം അടക്കം അനുഭവിച്ചിരുന്നു. പൾസർ സുനി അടക്കം 9 പ്രതികളാണുള്ളത്. ദിലീപിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം, ദിലീപ് പറഞ്ഞതനുസരിച്ച് പൾസർ സുനി അടക്കമുള്ളവർ നടിയെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. എന്തായാലും പലതവണ ഈ കേസിൻ്റെ അന്തിമ നടപടികളിലേക്ക് കടക്കാൻ ആയി വിചാരണ കോടതിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയെങ്കിലും എന്തായാലും പാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് ഇപ്പോൾ ഈ കേസ് വീണ്ടും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് മുന്നിലെത്തുകയാണ്. അന്തിമവാദം പൂർത്തിയാക്കി ഉടൻ തന്നെ കേസിൽ വിധി പറയാനുള്ള സാധ്യതകളാണുള്ളത്. വീണ. നിഷ, മറ്റൊരു വാർത്ത കൂടി പ്രധാനപ്പെട്ട ഇന്ന് നോക്കാനുള്ളത് കോടതിയിൽ നിന്ന് തന്നെ വരുന്നത് ഈ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കളായ നടൻ സോബിൻ ഷാഹിർ അടക്കമുള്ളവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലേക്ക് വീണ്ടും വരികയാണല്ലോ. പറവ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രത്തിന്റെ മറവിൽ പ്രതികൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നുള്ളതാണ് കേസ്. സോബിൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ, ഷോൺ ആന്റണി തുടങ്ങിയവരാണ് പ്രതികൾ. നിഷ, അതിന്റെ വിവരങ്ങൾ കൂടി.
വീണ, ഈ മഞ്ഞുമ്മൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന പരാതിയാണ് മരട് പോലീസിന്റെ മുന്നിലുള്ളത്. മരട് പോലീസിന് സിറാജ് എന്ന വ്യക്തി നൽകിയ പരാതിയിലാണ് ഇത്തരത്തിൽ തന്നിൽ നിന്നും 7 കോടിയോളം രൂപ സൗബിനും ഒപ്പം തന്നെ സൗബിന്റെ പിതാവ് ബാബു ഷാഹിർ ഒപ്പം തന്നെ ഇവരുടെ ബിസിനസ് പങ്കാളി ഇവർ തട്ടിയെടുത്തത് എന്നാണ് പരാതി. ഇത് കൃത്യമാണ്, ഇത് വ്യക്തമായ തെളിവുകളുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് സൗബിനെയും സൗബിൻ്റെ പിതാവ് ബാബു ഷാഹിറിനെയും ഒപ്പം ഇവരുടെ ബിസിനസ് പങ്കാളിയെയും ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് മരട് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മരട് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനിടെ മുൻകൂർ ജാമ്യത്തിനായി സൗബിൻ നൽകിയ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത്. മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് സൗബിനും പിതാവും ബിസിനസ് പങ്കാളിയും ചേർന്ന് നൽകിയ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത്. സൗബിനെയും പിതാവിനെയും മറ്റു പ്രതിയായ ഇവരുടെ ബിസിനസ് പങ്കാളിയെയും ചോദ്യം ചെയ്യണമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം സാമ്പത്തിക തട്ടിപ്പ് നടന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി സൗബിൻ അടക്കമുള്ള പ്രതികൾക്ക് നോട്ടീസ് നൽകിയപ്പോഴാണ് ഇവരിൽ നിന്നും ഈ മരട് സ്വദേശിയിൽ നിന്ന് വാങ്ങിയ 7 കോടി രൂപയിൽ 5.77 കോടി രൂപ സൗബിൻ തിരിച്ചു നൽകി. എന്തായാലും വ്യക്തമായി തന്നെ ഇതിന് തെളിവുകളുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സിന്റെ ഭാഗമായി വളരെ വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പാണ് നടന്നത് എന്ന കാര്യങ്ങൾ മരട് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൗബിൻ ഈ പ്രതികളെ 3 പേരെയും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചെങ്കിലും ഒന്നാം പ്രതിയായ ഇവരുടെ ബിസിനസ് പങ്കാളി ഈ നോട്ടീസ് കൈപ്പറ്റിയിരുന്നില്ല. സൗബിനും പിതാവും പറഞ്ഞ സമയത്ത് ഹാജരായിരുന്നില്ല. എന്തായാലും ഇന്നാണ് ഈ സൗബിൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നത്. വീണ. ശരി നിഷ. എന്തായാലും സിനിമയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത്. തുടരും സിനിമ റിലീസായിട്ട് 50 ദിവസങ്ങൾ കഴിഞ്ഞു. പക്ഷേ വിജയാഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. മോഹൻലാൽ സിനിമയായ തുടരും അങ്ങനെ വിജയാഘോഷങ്ങളുടെ നിറവിലാണ്. മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദുബായിൽ ആഘോഷ പരിപാടി നടന്നു. കണ്ടുവരാം. മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായ തുടരുമെന്ന മോഹൻലാൽ ചിത്രത്തിന്റെ വിജയാഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. ദുബായ് സ്റ്റാർ ഗാലറിയ സിനിമാസിലായിരുന്നു വാദ്യമേളങ്ങളുടെയും കാവടിയുടെയും അകമ്പടിയോടെയുള്ള ആഘോഷ പരിപാടി നടന്നത്. സംവിധായകൻ തരുൺ മൂർത്തി, നടനും സഹസംവിധായകനുമായ ബിനു പപ്പു, ആശീർവാദ് സിനിമാസ് ഡയറക്ടർ ആശിഷ് ജോ ആന്റണി, മോഹൻലാലിന്റെ ഫിറ്റ്നസ് ട്രെയിനർ ഡോക്ടർ ജെയ്സൺ ഉൾപ്പെടെയുള്ളവർ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. മോഹൻലാൽ എന്ന നടനോടുള്ള സ്നേഹവും ആദരവുമാണ് സിനിമ റിലീസായി ദിവസങ്ങൾ ഏറെ കഴിഞ്ഞിട്ടുള്ള ഈ ആഘോഷങ്ങൾ കാണിക്കുന്നതെന്ന് തരുൺമൂർത്തി പറഞ്ഞു. ദുബായിലെ യുവചിത്രകാരൻ ശരൺ ശശികുമാർ വരച്ച ചിത്രം തരുൺമൂർത്തിക്ക് സമ്മാനിച്ചാണ് ആഘോഷങ്ങൾ അവസാനിച്ചത്. ജനം, ദുബായ്. നേരത്തെ തലക്കെട്ടുകൾ വായിക്കുമ്പോൾ അവധിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മഴയുടെ കാര്യം പറയണമെന്ന് ശശി സി ആർ എന്ന പ്രേക്ഷകൻ പറഞ്ഞപ്പോഴാണ് കാര്യം ഓർത്തത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവധിയുള്ള ജില്ലകൾ ഇടുക്കി, തൃശ്ശൂർ, വയനാട്, ഈ 3 ജില്ലകളുമാണ്. വയനാട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കനത്ത മഴ പെയ്യുകയും ചൂരൽമല പുഴ നമുക്ക് വീണ്ടും ആശങ്കയുണ്ടാക്കിക്കൊണ്ട് നല്ല ചെളിവെള്ളമായി ഒഴുകുന്നതൊക്കെ നമ്മൾ കണ്ടത്. അത് മലവെള്ളപ്പാച്ചിലാണെന്ന് പിന്നീട് വ്യക്തമായി ഉരുൾപൊട്ടലൊന്നും അല്ല സംഭവിച്ചതെന്നുള്ള കാര്യം വ്യക്തമായി. പക്ഷെ അവിടെ കനത്ത മഴയുണ്ട്. അതുകൊണ്ട് വയനാട് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന മലപ്പുറം ജില്ലയിൽ അവധിയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ന് മാത്രമല്ല യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന തൃശ്ശൂരിൽ അവധിയുണ്ട്. അപ്പോൾ ഇടുക്കി, തൃശ്ശൂർ, വയനാട് ജില്ലകൾക്കാണ് ഇന്ന് അവധിയുള്ളത്. അതേസമയം ഓറഞ്ച് അലർട്ട് മലപ്പുറത്തുണ്ട്. അതുകൊണ്ട് മലപ്പുറത്തുള്ളവരും ശ്രദ്ധിക്കുക. ഈ കാര്യം പ്രത്യേകിച്ചൊന്ന് എടുത്തു പറഞ്ഞോട്ടെ. അതാണ് മഴ സംബന്ധിച്ചുള്ള അപ്ഡേഷൻ നമുക്ക് പ്രധാനമായും നൽകാനുള്ളത്. ഇനി നമുക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള വാർത്തകളിലേക്കാണ് പോകേണ്ടത്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്ക് പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തകൾ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ വെടിനിർത്തൽ സംഭവിച്ചിരിക്കുന്നു. യുദ്ധം താൽക്കാലികമായി നിന്നിരിക്കുന്നു എന്ന് പറയാം. ആത്യന്തികമായ ഒരു സമാധാനം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല. എന്നാൽ ഇറാനുമായി അമേരിക്ക അടുത്തയാഴ്ച ചർച്ച നടത്തുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്കറിയാൻ കഴിയുന്നത്. ആണവ കരാറിൽ ധാരണയാകാൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. നെതർലൻഡ്സിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിയിലാണ് ട്രംപിന്റെ പ്രസ്താവനയുണ്ടായത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിച്ചതെന്ന് ട്രംപ് അവകാശപ്പെട്ടു. നമുക്ക് ഐസൺ ജോസ് വിവരങ്ങൾ നൽകും. ഐസൺ, ഈ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങളെ തുടർന്ന് അമേരിക്ക തന്നെ വ്യക്തമാക്കിയിരുന്നു B-2 ബോംബറുകൾ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് പോയത്. അത് ഏറെക്കുറെ പൂർണ്ണമായും തന്നെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഇനി നടക്കാൻ പോകുന്ന ചർച്ചകളിൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരുപക്ഷെ ആവശ്യമുണ്ട് ഇത്തരമൊരു കരാറിലേക്ക് ഏർപ്പെടുന്നതിനായി. എന്തൊക്കെ കാര്യങ്ങളാണ് ട്രംപ് വ്യക്തമാക്കിയത്?
വീണ, ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നിന്നുപോയ, അതായത് പശ്ചിമേഷ്യയിലെ ഈ അടുത്ത ദിവസങ്ങളിൽ 12 ദിവസത്തോളം നീണ്ടു നിന്ന വലിയ രീതിയിലുള്ള ഒരു സംഘർഷമുണ്ടായിരുന്ന സാഹചര്യത്തിൽ പിന്മാറിയ ഒരു ആണവ ചർച്ചയുണ്ടായിരുന്നു. അത് ഇറാനുമായി അമേരിക്ക നടത്തിയിരുന്ന ആണവ ചർച്ചകളായിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ട്രംപിന്റെ കാലയളവിൽ ഈ ആണവ ചർച്ചകൾ നടക്കുകയും അത് പിൻവലിക്കുകയും ഒക്കെ ചെയ്യുന്ന ധാരണകൾ ഉണ്ടാവുകയും പിൻവലിക്കുകയും ചെയ്തിരുന്നു ആദ്യ ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത്. ഇപ്പോൾ വീണ്ടും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് നടന്നത്. ഇതിന്റെ ഭാഗമായി സ്റ്റീവ് വിറ്റ്കോഫ് പലതവണ ഇറാനുമായി ചർച്ചകൾ നടത്തുകയും ഈ ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ 4-5 ചർച്ചകൾ നടത്തുകയും ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഏകദേശ ധാരണയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായത്. അതിനു മുൻപ് 60 ദിവസത്തെ ഒരു അന്ത്യശാസനം, 60 ദിവസത്തിനുള്ളിൽ ആണവ സമ്പുഷ്ടീകരണം, അതായത് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കണമെന്നൊരു നിർദ്ദേശം അമേരിക്ക നൽകിയിരുന്നു. പക്ഷേ 60 ദിവസം കഴിഞ്ഞും അത് നിർത്തിവെക്കാൻ ഇറാൻ തയ്യാറാവാത്തതിനെ തുടർന്നാണ് ഈ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ ഇറാന്റെ ആണവ നിലയങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തത്. ഈ ആണവ നിലയങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും നശിച്ച ഒരവസ്ഥ എന്ന് തന്നെ പറയാവുന്നതാണ്. കാരണം അതിന്റെ 85% തകർന്നുപോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, അത് പുനർനിർമ്മിക്കുമ്പോൾ തന്നെ അതിനനുബന്ധമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. അതിനാൽ തന്നെ വലിയ തോതിലുള്ള ഒരു നാശം അത് ഈ ആണവ നിലയങ്ങൾക്ക്, പ്രത്യേകിച്ച് ഫോഡോ ആണവ നിലയത്തിന് വൻതോതിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അനുബന്ധ സപ്ലൈ തന്നെ നടക്കുന്നത് തകർന്നുപോയ ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വരും കാലങ്ങളിൽ സമാധാനപരമായ ആണവ ഊർജ്ജ പ്രയോഗങ്ങൾക്ക്, അതായത് വൈദ്യുതി ഉൽപാദനത്തിനൊക്കെ തന്നെ അത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇറാനെ കൊണ്ടുചെന്ന സാഹചര്യത്തിലാണ് ചർച്ചകൾക്ക് തയ്യാറാണെന്ന നിലപാട് ഇറാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. ഈ ചർച്ചകളാണ് അടുത്ത ആഴ്ച നടന്നേക്കുമെന്ന ഒരു സൂചന ട്രംപ് നൽകിയിരിക്കുന്നത്. ട്രംപ് ഹേഗിൽ വെച്ചാണ്, അതായത് നെതർലാൻഡ്സിലെ ഹേഗിൽ നടക്കുന്ന നാറ്റോ സഖ്യം, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ സഖ്യത്തിന്റെ ആ സമ്മേളനത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇനി പശ്ചിമേഷ്യയിൽ നടക്കാൻ പോകുന്നത് ആണവ നിരായുധീകരണം ഉൾപ്പെടെ ഇറാന് മേൽ കൃത്യമായി നടപ്പാക്കുന്ന നീക്കങ്ങളാണ്. സ്വാഭാവികമായും ഇറാൻ എന്ത് രീതിയിലാണോ ഒരു ശക്തിയായി നിലനിന്നിരുന്നത്, ആണവശക്തി എന്ന രീതിയിൽ നിലനിന്നിരുന്നെങ്കിൽ ഇനി ആണവശക്തിയായി നിലനിൽക്കുന്ന ഒരു റിസ്ക് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നതുകൊണ്ട് തന്നെ തുടർ നടപടികൾ യുദ്ധത്തിന്റേതല്ല, സമാധാനത്തിന്റേതും ചർച്ചകളുടേതുമായിരിക്കുമെന്ന സൂചന തന്നെയാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ എന്ന് ചർച്ചകൾ നടക്കും, എവിടെ നടക്കുമെന്നത് സംബന്ധിച്ചോ അല്ലെങ്കിൽ മധ്യസ്ഥം സംബന്ധിച്ചോ ഉള്ള വിവരങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അധികം താമസിയാതെ അതെല്ലാം പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടർ ചർച്ചകൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഇറാനെ സംബന്ധിച്ചിടത്തോളം തുടർ നീക്കങ്ങളിലേക്കുള്ള സാധ്യതകൾ തുറക്കുകയും ചെയ്യും. ഇന്നലെ തന്നെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തകർന്നുപോയ ആണവ നിലയങ്ങൾ ഈ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി പുനർനിർമ്മിക്കാനുള്ള ഒരു അനുമതി, അത് പൂർണ്ണമായ അനുമതിയല്ല എങ്കിൽ കൂടി അനുമതി നൽകിയിട്ടുണ്ട്. അത്തരത്തിലൊരു പോസിറ്റീവായ സമീപനം ഇറാനോട് ഇനി സ്വീകരിക്കാമെന്ന നിലപാടാണ് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങൾക്കും ഉള്ളത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ചർച്ചകളായിരിക്കും നടക്കുക. ഒരു പരിധിവരെ ആണവ ഭീഷണിയായി നിലനിന്നിരുന്ന ഇറാൻ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 9ഓളം ബോംബുകൾ ഉണ്ടാക്കിയെന്നൊക്കെ ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായി പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഒരു പരിധിവരെ ആണവ ദുരന്തങ്ങളിലേക്ക് നീങ്ങിയേക്കാവുന്ന, അല്ലെങ്കിൽ ആണവ ആയുധ ശേഷി കൈവരിച്ച ഒരു രാജ്യത്തിന്റെ എല്ലാ വെല്ലുവിളികളും സ്വാഭാവികമായും മുന്നോട്ട് വെച്ചിരുന്ന ഇറാൻ ഇന്നത് മുന്നോട്ട് വെക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭീഷണി ലോകത്തിനില്ല എന്നൊരു യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാ കക്ഷികളും, അതായത് ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും അതിനെ അനുകൂലിക്കുന്ന കക്ഷികളും മധ്യസ്ഥം വഹിക്കാൻ തയ്യാറുള്ള ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ചർച്ചകൾക്ക് തയ്യാറായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ഐസൺ. കുറച്ചു മുമ്പേ മഴ മുന്നറിയിപ്പുകളുടെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി വന്ന മുന്നറിയിപ്പുകളായിരുന്നു അത്. ഇന്ന് രാവിലെ വീണ്ടും അതിൽ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് വളരെ പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾ പറയാം. അടുത്ത 3 മണിക്കൂറുകളിൽ ശക്തമായ മഴ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഓറഞ്ച് അലേർട്ട് ഉള്ള ജില്ലകളിൽ മാറ്റം വന്നിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ യെല്ലോ അലേർട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴത്തെ ഓറഞ്ച് അലേർട്ടിലേക്ക് തൃശ്ശൂർ ജില്ല മാറിയിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. അതിൽ തൃശ്ശൂരിൽ വലിയ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട്. ഡാമുകളൊക്കെ നിറഞ്ഞു കവിയുന്നൊരു സാഹചര്യമുണ്ട്. ചാലക്കുടി പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം വളരെ പെട്ടെന്ന് തന്നെ. ഒരു പ്രധാനപ്പെട്ട വാർത്ത സ്ക്രീനിൽ ഒരുപക്ഷെ എഴുതി കാണിക്കുന്നത് നിങ്ങൾ രാവിലെ പോലെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് വഴി സർക്കാർ ജോലി തട്ടിയെടുക്കുന്ന സംഭവങ്ങൾ ഇത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. സംഭവത്തിൽ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടു. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോഴിക്കോട് കുറ്റ്യാടി കേന്ദ്രീകരിച്ച് മാത്രം 30ഓളം വ്യാജ ഭിന്നശേഷി മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് നൽകി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. നോക്കൂ, ഏതൊക്കെ തരത്തിലാണ് തട്ടിപ്പ് നടത്തുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഭിന്നശേഷിക്കാർക്ക് അത്തരത്തിൽ ഒരു ആനുകൂല്യം എന്ന് പറയാൻ കഴിയില്ല, അവർക്കൊരു അവസരം നൽകുന്നത്?
അവരെ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത, അവരെ നമ്മോടൊപ്പം നടത്തേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതിൽ ആ വിഭാഗക്കാരെ നമുക്ക് വളരെ നന്നായി പരിഗണിക്കാനും സാധിക്കുന്നുണ്ട്. അവിടെയാണ് ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചുകൊണ്ട് അവരുടെ അവസരങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത്. ദിസ്ന സുരേഷ് ചേർന്ന വിവരങ്ങളുമായി. ദിസ്ന, കുറ്റ്യാടി കേന്ദ്രീകരിച്ച് മാത്രം 30ഓളം വ്യാജ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാനത്ത് എമ്പാട് നിന്നും എവിടെ നിന്നൊക്കെ എന്ന കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അത് വലിയ സംഖ്യയായി മാറാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇതെപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്? എപ്പോഴാണ് ഇതിന് അന്വേഷണം നടത്താൻ ഉത്തരവായത്? തീർച്ചയായും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ അർഹരായ ആളുകൾ പുറത്തു നിൽക്കുമ്പോൾ ഇത്തരത്തിൽ അനർഹരായ ആളുകൾ ഇത്തരത്തിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകൾ വഴി സർക്കാർ ജോലിയിൽ കയറുന്ന ഒരു സംഭവം, അതും പ്രത്യേകിച്ച് ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ജോലിയിൽ കയറുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് കോഴിക്കോട് കുറ്റ്യാടി കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ 30%-ലധികം സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി എന്നൊരു കണക്കുകളാണ് പുറത്തു വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് പ്രധാനമായും എടുത്തു പറയേണ്ടത് ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ്. ഈ സംഭവം ഉണ്ടായിട്ടും PSCയും ഒരു തരത്തിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇടപെടലോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള നടപടിയിലേക്കും കടന്നിട്ടില്ല എന്നത് തന്നെയാണ് വീണ എടുത്തു പറയേണ്ടത്. ഇതിൽ നമ്മൾ ചെയ്ത അതിൽ ഒരു ഓഡിയോ ക്ലിപ്പുണ്ട്. അത് പേരാമ്പ്ര സ്കൂളിലെ ഒരു അധ്യാപകന്റേതാണ്. അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള കുഴപ്പവും ഇല്ല എങ്കിൽ കൂടിയും ഇത്തരത്തിൽ ഇടപാട് നടത്തുന്ന ആളുകളുമായി അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. ആ ബന്ധപ്പെട്ടപ്പോൾ പ്രധാനമായും എടുത്തു പറയേണ്ടത് അതിൽ പറയുന്നത് 80%-ലധികം ഇത്തരത്തിൽ കേൾവിശക്തിക്ക് കുഴപ്പമുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നൽകാമെന്നൊരു കാര്യം തന്നെയാണ് പറയുന്നത്. ഇവരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇവർ പറയുന്ന ആശുപത്രിയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് നൽകും എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭിന്നശേഷി സൗഹൃദമാക്കുവാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഇവരെ പരിഗണിച്ചുകൊണ്ട് പല ആനുകൂല്യങ്ങളും നൽകുന്നു. പക്ഷേ ഈ ആനുകൂല്യങ്ങളൊക്കെ തന്നെയും അർഹതയുള്ള ആളുകളിലേക്ക് എത്തുന്നുണ്ടോ എന്ന കാര്യവും പരിശോധിക്കേണ്ടതുണ്ട് വീണ. അത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് സർക്കാർ ജോലി തട്ടിയെടുക്കുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ അന്വേഷണം നടക്കുമെന്നൊരു കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ PSC മുഖേനയൊക്കെ ജോലിയിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളൊക്കെ തന്നെയുമുണ്ട്. അത്തരത്തിൽ ഇവർക്ക് സംവരണം നൽകുന്നു. ആ സംവരണത്തിൽ പോലും ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പ് ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പ്രധാനമായും കോഴിക്കോട് കുറ്റ്യാടി കേന്ദ്രീകരിച്ച് 30%-ലധികം ഇത്തരം കേസുകൾ പുറത്തു വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ വീണ. ഓക്കെ, ശരി ദിസ്റ്റ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നായ പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം CBIക്ക് വിടണമെന്ന് തട്ടിപ്പിനിരയായവർ. 5 മാസമായിട്ടും അന്വേഷണത്തിൽ പുരോഗതിയില്ല. സമഗ്ര അന്വേഷണം നടത്തിയില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലടക്കം പ്രതിഷേധം നടത്തുമെന്നും ഇരയായവർ പറഞ്ഞു. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകുന്നത്. നിഷ, വിവരങ്ങൾ പറയൂ. വീണ, ഈ പാതിവില തട്ടിപ്പ് നടന്ന് 5 മാസം കഴിയുമ്പോഴും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. കേസിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയില്ല എന്നാണ് ഈ തട്ടിപ്പിനിരയായ ആളുകൾ ആരോപിക്കുന്നത്. സംസ്ഥാനത്തെ ഏതാണ്ട് 1000-കണക്കിന് സ്ത്രീകളെയാണ് ഇത്തരത്തിൽ പാതിവില തട്ടിപ്പിന്റെ പേരിൽ കബളിപ്പിച്ചത്. ഇവരെല്ലാവരും ചേർന്ന് പല സ്റ്റേഷനുകളായി, കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. എങ്കിലും പോലീസ് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഈ ഇരയായ ആളുകളുടെ ആക്ഷേപം. ഇതിൽ പ്രതികളായ അനന്തു കൃഷ്ണനെ അടക്കം വിളിച്ചു വരുത്തി മൊഴിയെടുത്തതല്ലാതെ മറ്റൊരു നടപടികളിലേക്കും പോലീസ് പോയിട്ടില്ല എന്നും ഇരയായ ആളുകൾ പറയുന്നുണ്ട്. കേസിൽ സമഗ്രമായ അന്വേഷണം വേണം. ഈ ഇരയായ ആളുകൾക്ക് ഇതുവരെ യാതൊരു തരത്തിലുള്ള നീതിയും കിട്ടിയിട്ടില്ല എന്നും അവർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ കേസിലെ പ്രധാന പ്രതിയായ അനന്തു കൃഷ്ണൻ അടക്കമുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴിയിൽ പല ആളുകൾക്കായി ഇവരുടെ ഈ പ്രധാനമായും 4 അക്കൗണ്ടുകളിലേക്കാണ് തട്ടിപ്പിനിരയായ ആളുകൾ പണം നൽകിയത്. ഈ അക്കൗണ്ടുകളിൽ നിന്ന് മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ അടക്കം അക്കൗണ്ടുകളിലേക്ക് പണം പോയിട്ടുണ്ട്. അനന്തു കൃഷ്ണൻ അടക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിട്ടുണ്ട്. ഇവരുടെ മൊഴിയിൽ പല ആളുകൾക്ക് ഈ തട്ടിപ്പ് പണത്തിന്റെ വിഹിതം നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. തട്ടിപ്പ് പണത്തിന്റെ വിഹിതം കൈപ്പറ്റിയ ആളുകളുടെ അടക്കം അക്കൗണ്ടുകൾ പരിശോധിക്കണമെന്നും
ഈ അക്കൗണ്ടുകളിലേക്ക് എത്രത്തോളം രൂപ എത്തിയിട്ടുണ്ട്, ഈ കണക്കുകളൊക്കെ പോലീസ് ശേഖരിക്കണമെന്നുമാണ് ഇരയായ ആളുകളുടെ ആവശ്യം. അതിനുശേഷം ഈ തട്ടിപ്പിനിരയായ ആളുകളുടെ അക്കൗണ്ടുകളിൽ നിന്ന് ആരുടെ അക്കൗണ്ടുകളിലേക്ക് പൈസ പോയിട്ടുണ്ട്, ആ പണം കണ്ടെത്തി തട്ടിപ്പിനിരയായ ആളുകൾക്ക് നൽകണമെന്നും ഒക്കെ ഇവർ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളിലൊന്നും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ, പോലീസ് ഈ കേസിനെ കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തുന്നില്ല എങ്കിൽ ഏത് ബാങ്കിലേക്കാണ്, ഏത് ബാങ്കിൻ്റെ അക്കൗണ്ടുകളിലേക്കാണ് തങ്ങൾ പണം അടച്ചത്, ആ ബാങ്കിൻ്റെ ശാഖകളിലേക്കും ഈ തട്ടിപ്പ് നടത്തിയത് പല രാഷ്ട്രീയ നേതാക്കളും പ്രമുഖരെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്, അവരുടെ വീടുകളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുമെന്നാണ് തട്ടിപ്പിനിരയായ ആളുകൾ പറയുന്നത്. വീണ. യെസ്, നിഷ വിവരങ്ങൾ നൽകുകയായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. അത് ഈ കോഴിക്കോട്ടെ സീ ബ്രീസ് ഗ്രൂപ്പുകളിൽ നടന്ന ആദായ നികുതി വെട്ടിപ്പും ഹവാല പണമിടപാടുകളും അന്വേഷിക്കാൻ കൂടുതൽ കേന്ദ്ര ഏജൻസികൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനകളിൽ ആദായ നികുതി വകുപ്പ് 160 കോടി രൂപയുടെ ഹവാല ഇടപാടുകൾ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. നോക്കൂ, തട്ടിപ്പുകൾ ഏതൊക്കെ തരത്തിലാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട ഈ പാതിവില തട്ടിപ്പ് ആയിക്കോട്ടെ, ഈ നേരത്തെ സിനിമ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകളായിക്കോട്ടെ, എല്ലാം തട്ടിപ്പിന് പറ്റിയൊരു ഭൂമികയായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് പറ്റിയ കമൻറ്റുകളൊക്കെ ചേർന്ന് നിൽക്കുന്ന ചില കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടു കമൻറ്റ് ബോക്സിൽ. പക്ഷേ അതൊന്നും അങ്ങനെ വായിക്കുന്നില്ല ഞാൻ. പക്ഷേ അതൊരു ഒന്ന് ഈ തട്ടിപ്പിന് വിധേയരാവാൻ ഇങ്ങനെ മലയാളികൾ നിന്നു കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളത്. മറ്റൊന്ന്, ഈ തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും അത് തടയാൻ ആരൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. അത് ഇനി അതിൻ്റെ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ പങ്കുവച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അത് കോടതിയിൽ വരുമ്പോൾ അത് അവിടെ നിന്നും തള്ളിപ്പോകുന്ന അവസ്ഥ. ഈ ഹൈറിച്ച് ഇടപാട്, നമുക്കറിയാം ഹൈറിച്ച് തട്ടിപ്പ്, അതും ഇപ്പോൾ ഇങ്ങനെ എവിടെയും എത്താതെ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഇഡിയുടെ ഇടപെടലുമൊക്കെ ഉണ്ടായി വരുന്നു പല കേസുകളിലും. എങ്ങനെയൊക്കെയാണ് ഈ കേസുകൾ ചില ഘട്ടങ്ങളിലൊക്കെ ഈ കേസുകൾക്ക് മേൽ പുതിയ കേസുകൾ വന്നു പോകുമ്പോൾ ചിലതൊക്കെ നമ്മുടെ മറവിയിലേക്ക് അങ്ങ് പോകാറുമുണ്ട്. പക്ഷേ ഈ കോടതിയിൽ വീണ്ടും ഇത് വരുമ്പോഴാണ് ശ്രദ്ധയിൽ വരുന്നത്. ഈ കോഴിക്കോട്ടെ കേസിൻ്റെ കാര്യം നമുക്ക് ദിസ്നയോട് ചോദിക്കാം. ഈ സീ ബ്രീസ് ഗ്രൂപ്പുകളിൽ നടന്ന ആദായ നികുതി വെട്ടിപ്പും ഹവാല പണമിടപാടുകളും അന്വേഷിക്കാനായി കൂടുതൽ കേന്ദ്ര ഏജൻസികൾ വരുന്നുണ്ടെന്നുള്ളതാണ്. ദിസ്ന, ഏതൊക്കെ കേന്ദ്ര ഏജൻസികളാണ് ഈ തട്ടിപ്പ് അന്വേഷണത്തിനായി ഇപ്പോൾ വരുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് അവർ അടിസ്ഥാനപരമായി ആദ്യം തന്നെ പരിശോധിക്കുക? വീണ, പ്രധാനമായും NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സാധ്യതയുണ്ട്. കൂടുതൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കും എന്നൊരു കാര്യം തന്നെയാണ് അറിയാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കോഴിക്കോട് ഈ സീഷ്യൽ ഗ്രൂപ്പിന്റെ വിവിധ ഇടങ്ങളിൽ റെയ്ഡ് നടന്നത്. അതോടൊപ്പം അവരുടെ ശൃംഖലകളിലെ വിവിധ ഇടങ്ങളിലും ബാംഗ്ലൂര്, മംഗലാപുരം അടക്കമുള്ള സ്ഥലങ്ങളിലും റെയ്ഡുകൾ നടന്നിരുന്നു. കൂടാതെ തന്നെ ഇതിന്റെ ഉടമസ്ഥരുടെ നാദാപുരത്തുള്ള വീടുകളിലും റെയ്ഡ് നടന്നിരുന്നു. ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത് 160 കോടിയുടെ ഹവാല ഇടപാടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നൊരു വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, സീ ബ്രീസ് ഗ്രൂപ്പുമായി ഇവർക്ക് ചില ഇടപാടുകളുണ്ട്. മാത്രമല്ല കൂടുതൽ തുകകൾ, അതായത് ഈ റവന്യൂ ഭൂമികളിൽ അടക്കം ഇവർ വകയിരുത്തിയിരിക്കുന്നു എന്നൊരു ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള തുകകൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു, അത് എവിടെയൊക്കെ വിനിയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൃത്യമായ അന്വേഷണം നടക്കുന്നത്. വീണ, കൂടാതെ തന്നെ ഈ സീ ബ്രീസ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ ക്ലിപ്പുകളും ഒക്കെ തന്നെയും ഈ ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായിട്ടുണ്ട് എന്നൊരു വിവരം തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും കൃത്യമായി അന്വേഷണം നടക്കുന്നു കൃത്യതയോടുകൂടി. അതായത് ഈ റവന്യൂ രേഖകളൊക്കെ തന്നെയും അതിലൊക്കെ തന്നെയും ഈ തുകകൾ വൻ രീതിയിൽ ഉപയോഗിച്ച് അതിനെ വകമാറ്റി രേഖകൾ ചമച്ചിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കോടികളുടെ രൂപ പലതരത്തിലും നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സീ ബ്രീസ് ഗ്രൂപ്പ് ഈ മൊബൈൽ പാർട്സുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിലുള്ള കച്ചവടവുമായി ബന്ധപ്പെട്ട പല രീതിയിലും തുകകൾ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നൊരു കണ്ടെത്തൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉണ്ടാവുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ഇത്തരത്തിൽ അന്വേഷണം ഉണ്ടായത്. മാത്രമല്ല നാദാപുരത്തെ ഉടമയുടെ വീടുകളിലും അന്വേഷണം ഉണ്ടായി. അവിടെ നിന്നാണ് ഇത്തരത്തിൽ 160 കോടി രൂപയുടെ ഹവാല പണമിടപാട് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു. വീണ. ഓക്കെ, ശരി ദിസ്ന. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാത്ത സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധം വീണ്ടും ശക്തമാക്കാൻ ABVP. ഇന്നലെ ഒരു ചർച്ച നടന്നിരുന്നു നമുക്കറിയാം, പക്ഷെ അത് പരാജയപ്പെട്ടു. അതോടുകൂടിയാണ് വീണ്ടും പ്രതിഷേധം കടുപ്പിക്കുന്നത്.
ABVP വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ എടുത്ത പ്രതിഷേധം, വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ കരിങ്കൊടിയുമായി ചാടി വീണ പ്രതിഷേധത്തിലേക്ക് വരെ അവരെ കൊണ്ടെത്തിച്ചു. നിലവാരമുള്ള വിദ്യാഭ്യാസം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കുട്ടികളുടെ പ്രതിഷേധമായിരുന്നു അത്. അതേസമയം നിയമ നടപടിയുമായി നീങ്ങാനാണ് സർക്കാരിന്റെ തീരുമാനം. ശ്രീ പദ്ധതിയിൽ കേരളം ഭാഗമാകില്ല എന്ന നിലപാട് വിദ്യാർത്ഥി വിരുദ്ധമെന്നാണ് ABVPയുടെ നിലപാട്. ABVPയുടെ തുടർച്ചയായ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും ചർച്ച തീരുമാനമായില്ല. പദ്ധതിയിൽ ഒപ്പുവെക്കില്ലെന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ABVPയുടെയും തീരുമാനം. സർക്കാർ നിലപാട് മാറ്റില്ലെന്നറിയിച്ചതോടെ ഇന്നലെ മന്ത്രി വിളിച്ച ചർച്ചയിൽ നിന്നും ABVP ഇറങ്ങിപ്പോയിരുന്നു. കേരളത്തിലെ 330-ലധികം സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളും 10,000-ലധികം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരവും ഉയർത്തുന്ന പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ അംഗമാകുന്ന ഓരോ സ്കൂളിനും വർഷാവർഷം 1 കോടിക്കടുത്ത് ഗ്രാന്റ് ലഭിക്കും. തികച്ചും രാഷ്ട്രീയ താൽപര്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പുവെക്കാത്തതെന്നാണ് ആക്ഷേപമുയരുന്നത്. അതിനാൽ തന്നെ PM ശ്രീ പദ്ധതി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണമെന്നും അതിൽ ഒപ്പുവെക്കും വരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നും ABVP നിലപാട് അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും നിരത്തുകളിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. ജനം, തിരുവനന്തപുരം. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. ലോക ഡ്രഗ്സ് റിപ്പോർട്ട് പ്രകാരം 275 ദശലക്ഷത്തിലധികം പേർ മയക്കുമരുന്നിന് അടിമപ്പെട്ട് കഴിഞ്ഞു എന്നാണ് കണക്ക്. 36.3 ദശലക്ഷത്തിലധികം പേർ നിരോധിത മയക്കുമരുന്നിന്റെ ഉപയോഗം നിമിത്തം വൈകല്യം അനുഭവിക്കുന്നവരാണ്. അതുപോലെ സമൂഹത്തിൽ വളർന്നുവരുന്ന അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ആത്മഹത്യയ്ക്കുമെല്ലാം കാരണമാകുന്ന ഒരു പ്രധാന ഘടകം മയക്കുമരുന്നിന്റെ ഉപയോഗമാണ്. അന്താരാഷ്ട്ര ലഹരിമരുന്ന് വിരുദ്ധ ദിനത്തിൽ ലഹരിമരുന്നിനെതിരെ അടിമയാകുന്നവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചും ലഹരിമരുന്ന് ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം ഡോക്ടർ അരുൺ ബി നായർ. നമസ്കാരം. ജൂൺ 26 ആഗോള ലഹരി വിരുദ്ധ ദിനമാണ്. ഇത്തവണത്തെ ആഗോള ലഹരി വിരുദ്ധ ദിനത്തിന്റെ സന്ദേശം ബ്രേക്ക് ദ ചെയിൻ, എൻഷുവർ പ്രിവെൻഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് റിക്കവറി ഫോർ ഓൾ എന്നുള്ളതാണ്. ദൂഷിത വലയത്തെ ഭേദിക്കുക, എല്ലാവർക്കും ചികിത്സയും പുനരധിവാസവും പ്രതിരോധവും ഉറപ്പുവരുത്തുക. ലഹരി അടിമത്തം ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് എന്ന ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തികളെ കൃത്യമായി ചികിത്സയിലൂടെ മോചിപ്പിക്കുകയും പുനരധിവസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സന്ദേശത്തിന്റെ ലക്ഷ്യം. ഇതോടൊപ്പം ലഹരിയിലേക്ക് പോകുന്ന കൌമാരപ്രായക്കാരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് അവർ ലഹരിയിലേക്ക് പോകാതെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നതും പ്രധാനമാണ്. ഒരു വ്യക്തി ലഹരി വസ്തുവിന് അടിമപ്പെട്ടു എന്ന് തിരിച്ചറിയാൻ പ്രധാനമായിട്ടും 6 ലക്ഷണങ്ങളാണുള്ളത്. ഒന്ന്, എപ്പോഴും ലഹരി വസ്തു ഉപയോഗിക്കാനുള്ള തീവ്രമായ ആസക്തി. രാവിലെ ഉണരുമ്പോൾ തന്നെ ലഹരി വസ്തു ഉപയോഗിക്കാമല്ലോ എന്ന ചിന്തയാണ് അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുന്നത്. 2, ലഹരി വസ്തു ഉപയോഗിക്കുന്നതിന്റെ അളവും സമയവും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ. പലപ്പോഴും ചെറിയൊരു അളവ് അല്ലെങ്കിൽ ചെറിയ സമയം ഉപയോഗിച്ച് നിർത്താം എന്ന് കരുതി തുടരുന്ന ലഹരി വസ്തുവിന്റെ ഉപയോഗം ഒരുപാട് സമയം നീണ്ടുപോവുകയും ഒരുപാട് അളവ് ഉപയോഗിക്കുകയും ചെയ്യുന്നു. 3, ഒരു നിശ്ചിതമായ ആഹ്ലാദ അനുഭൂതി കിട്ടാൻ കൂടുതൽ അളവ് ലഹരി ക്രമേണ ഉപയോഗിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം. 4, ലഹരി വസ്തുവിന്റെ ഉപയോഗം പൊടുന്നനെ നിർത്തിക്കഴിഞ്ഞാൽ ശക്തമായ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ അഥവാ വിഡ്രോവൽ സിംറ്റംസ് പ്രത്യക്ഷപ്പെടുക. 5, ലഹരി വസ്തുവിന്റെ ഉപയോഗമല്ലാതെ മറ്റൊന്നും ഇവർക്ക് ഒരു തരത്തിലുള്ള ആഹ്ലാദവും പകരുന്നില്ല. 6, ഈ ലഹരി ഉപയോഗം അപകടകരമാണ് എന്ന് അറിഞ്ഞാൽ പോലും ഇത് ഇല്ലാതെയാക്കാൻ, ഇത് തടയാൻ സാധിക്കുന്നില്ല. ഈ 6 ലക്ഷണങ്ങളിൽ 3 എണ്ണമെങ്കിലും കഴിഞ്ഞ 1 വർഷമായി ഒരു വ്യക്തി പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹം ചികിത്സ ആവശ്യമുള്ള ലഹരി അടിമത്തം അനുഭവിക്കുന്നു എന്നർത്ഥം. ലഹരി അടിമത്തം ഉള്ള ഒരു വ്യക്തിയുടെ ചികിത്സ 2 ഘട്ടങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യ ഘട്ടമാണ് വിഷവിമോചന ചികിത്സ അഥവാ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ്. ലഹരി വസ്തു പെട്ടെന്ന് നിർത്തുമ്പോഴുണ്ടാകുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങൾ മാറ്റുകയും ലഹരി വസ്തു ജന്യ പെരുമാറ്റ പ്രശ്നങ്ങളും ശാരീരികാരോഗ്യ പ്രശ്നങ്ങളും ചികിത്സിച്ച് ഭേദപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. സാധാരണ 7 മുതൽ 14 ദിവസം വരെയാണ് ഈ ഘട്ടം നീണ്ടു നിൽക്കുന്നത്. 2ാം ഘട്ട ചികിത്സയാണ് പുനഃപതന പ്രതിരോധ ചികിത്സ അഥവാ റിലാപ്സ് പ്രിവെൻഷൻ ട്രീറ്റ്മെന്റ്. ലഹരി വിമോചനം നേടിയ വ്യക്തി വീണ്ടും ലഹരി ഉപയോഗിക്കാൻ സാധ്യതയുള്ളൊരു സാഹചര്യത്തിലേക്ക് മടങ്ങിപ്പോയാൽ അദ്ദേഹം പുനഃപതനം അഥവാ റിലാപ്സ് എന്ന അവസ്ഥയിലേക്ക് പോകും. ഇത് തടയാനായി മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സയും കുടുംബ ചികിത്സയും ഒത്തൊരുമിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് വേണ്ടത്. ലഹരി വസ്തുവിനോടുള്ള ആസക്തി കുറയ്ക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ, ലഹരി ഉപയോഗത്തിന് ഉള്ള പ്രചോദനം കുറയ്ക്കാൻ സഹായിക്കുന്ന
പ്രചോദന ഉത്തേജന ചികിത്സ അല്ലെങ്കിൽ മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി, അതുപോലെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കാനുള്ള ഫാമിലി തെറാപ്പി എന്നിവ സംയോജിപ്പിച്ച് ഉപയോഗിക്കുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. 6 മാസം തൊട്ട് 9 മാസം വരെയാണ് പുനഃപതന പ്രതിരോധ ചികിത്സയുടെ ദൈർഘ്യം. ഇത് കൃത്യമായി ഉറപ്പുവരുത്തിയാൽ ലഹരി അടിമത്തത്തിലേക്ക് പോയ ഒട്ടേറെ ആളുകളെ നമുക്ക് മോചിപ്പിക്കാൻ സാധിക്കും. കൗമാരപ്രായത്തിൽ പലപ്പോഴും ലഹരി ഉപയോഗത്തിലേക്ക് കുട്ടികൾ ചെല്ലുന്നത് എന്താണ് ഈ ലഹരി വസ്തു എന്നറിയാനുള്ള കൗതുകം മൂലമോ, മുതിർന്ന വ്യക്തികളെ അനുകരിക്കുക മൂലമോ, മാനസിക സമ്മർദ്ദം പ്രതിരോധിക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ സമപ്രായക്കാരുടെ സമ്മർദ്ദം മൂലമോ ആയിരിക്കും. പാഠ്യപദ്ധതിയുടെ ഭാഗമായി ചിട്ടയായ ജീവിത നിപുണതാ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തിയാൽ ഈ പറഞ്ഞ അവസ്ഥകളെല്ലാം തരണം ചെയ്ത് ലഹരി വസ്തുവിലേക്ക് പോകാതെ സ്വയം പ്രതിരോധിക്കാൻ കൗമാരപ്രായക്കാർക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ആഗോള ലഹരിവിരുദ്ധ ദിനത്തിൽ കുട്ടികളെയും ചെറുപ്പക്കാരെയും ഒക്കെ ലഹരി അടിമത്തത്തിൽ പോകാതെ മോചിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം. ഈ ലഹരി വിരുദ്ധ ദിനം വന്നപ്പോൾ തന്നെ കോഴിക്കോട് നഗരത്തിൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ ലഹരി വേട്ടയും നടന്നു. 105 LSD സ്റ്റാമ്പും 2 ഗ്രാം ഹാഷിഷ് ഓയിലുമായി 2 ആലപ്പുഴ സ്വദേശികളെ പിടികൂടി. ആലപ്പുഴ അരൂർ സ്വദേശികളായ മിഥുൻ രാജ്, അഭിഷേക് എന്നിവരാണ് പിടിയിലായത്. ദിസ്ന സുരേഷ് എന്നിവരുമായി. ദിസ്ന, ഈ ദിവസം പ്രത്യേകമായി ഒരു കരുതൽ ഉണ്ടാകും തീർച്ചയായും. ഈ പരിശോധനയിൽ എന്താണ് കണ്ടെത്തിയത്? ഇവർ ഇതിനെ എങ്ങനെ ഇവർക്ക് ഇതുമായി ഉള്ള ഒരു ബന്ധം സൂചിപ്പിക്കുന്നു? മറ്റു കൂടുതൽ ആളുകളിലേക്കൊക്കെ അന്വേഷണം പോകുമോ? തീർച്ചയായും വീണ, ഈ പ്രതികളിൽ ഒരാളെ നേരത്തെ തന്നെ ഈ ഡാൻസ് ഓഫ് സംഘം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരി വിരുദ്ധ ദിനത്തിലാണ് ഇത്തരത്തിൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ വലിയൊരു ലഹരി വേട്ട ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ 1 മണിയോടുകൂടി ആനിഹാൾ റോഡിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. മിഥുൻ രാജ് ഇത്തരത്തിൽ ഗോവയിൽ നിന്നും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഇത്തരത്തിലൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഗോവയിൽ നിന്നും ഇത്തരത്തിൽ വൻതോതിൽ ലഹരി മരുന്ന് ഇറക്കുമതി ചെയ്യുന്നു എന്നൊരു സൂചന അന്വേഷണത്തിൽ ഡാൻസ് ഓഫ് സംഘത്തിന് വ്യക്തമായിരുന്നു. അതുപ്രകാരം ഇവരെ അന്വേഷിച്ചു വരികയായിരുന്നു. 105 LSD സ്റ്റാമ്പും അതോടൊപ്പം തന്നെ 2 ഗ്രാം ഹാഷിഷ് ഓയിലുമാണ് പിടികൂടിയിരിക്കുന്നത്. ഇവർ ആലപ്പുഴ സ്വദേശികളാണ്. കൂടുതൽ ആളുകളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം എത്തുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതായത് ഒരു കേന്ദ്രമായി അല്ലെങ്കിൽ ഒരു സംഘമായി തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത് ആവശ്യമുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് ഇവർക്കുണ്ടായിരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതോടൊപ്പം ഇപ്പോൾ 2 പേരാണ് പിടിയിലായിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വീണ, ഓക്കെ, ശരി ദിസ്ന. കൊല്ലത്ത് നിന്നും ഒരു സംഭവമുണ്ട്. മൺട്രോ തുരുത്തിൽ കഞ്ചാവുമായി 2 പേർ എക്സൈസിന്റെ പിടിയിലായി. ചുറ്റുമല സ്വദേശി ജിജോ ജേക്കബ്, കൊറ്റങ്കര സ്വദേശി പ്രമോദ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊല്ലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി ശങ്കറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഇരുവരും സ്കൂട്ടറിൽ കടത്തിക്കൊണ്ടുവന്ന 3.950 ഗ്രാം കഞ്ചാവാണ് എക്സൈസ് കണ്ടെടുത്തത്. വിൽപ്പനയ്ക്കായാണ് പ്രതികൾ കഞ്ചാവ് കടത്തിയത്. ജിജോ ജേക്കബും പ്രമോദും നേരത്തെ തന്നെ എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇവർ സഞ്ചരിച്ച ഇരുചക്ര വാഹനവും കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടുകൂടി മൺട്രോ തുരുത്ത് മരിയാലയ ബാറിന് സമീപത്തായിട്ട് KL02U 3246 ഡിയോ സ്കൂട്ടറിൽ 2 ചെറുപ്പക്കാർ, ഒരാളുടെ പേര് ജിജോ ജോർജും മറ്റൊരാളുടെ പേര് പ്രമോദും, ഇവർ 2 പേരും ചുറ്റുമല സ്വദേശികളാണ്. അപ്പോൾ ഇവരുടെ കൈവശം നിന്നും 4 കിലോഗ്രാമോളം കഞ്ചാവ് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന സമയത്താണ് ഞങ്ങൾ പിടികൂടിയത്. പ്രതികൾക്ക് ലഭിച്ച കഞ്ചാവിന്റെ ഉറവിടത്തെ പറ്റിയും അന്വേഷണം നടക്കുകയാണ്. മറ്റു ലഹരി സംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുന്നു. അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം. മഴ മുന്നറിയിപ്പുകളെക്കുറിച്ച് ചോദിച്ചവർക്കായി സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. 7 ജില്ലകളിൽ ഈ 3 മണിക്കൂർ നേരത്തേക്ക് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ടുള്ളത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതേസമയം ആലുവ, മണപ്പുറം ഇതിനോടകം മുങ്ങി എന്ന വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. എസ് ശ്രീനന്ദയും മലപ്പുറത്ത് നിന്ന് ശിവദാസും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ശ്രീനന്ദയിലേക്ക് പോകും. ശ്രീനന്ദ, വരുന്ന 3 മണിക്കൂറിൽ എങ്ങനെയാണ് കാലാവസ്ഥ?
ശ്രീനന്ദ, കേൾക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് വന്ന അലർട്ടുകൾ എന്തൊക്കെയാണ്? വീണ, അടുത്ത 3 മണിക്കൂർ തിരുവനന്തപുരം ഒഴികെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ശക്തിയായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 3 മണിക്കൂർ നേരത്തേക്ക് ഈ ശക്തമായ കാറ്റും അതുപോലെ തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയുമാണ് ഉണ്ടാകുന്നതെങ്കിൽ തീരപ്രദേശങ്ങളിലുള്ളവരോട് ജാഗ്രത പാലിക്കണമെന്നും നദീതടങ്ങളിലുള്ളവരോട് വെള്ളം കൂടുതലുള്ള സാധ്യതകൾ ഉണ്ടെന്നും അതിനാൽ തന്നെ നദീപ്രദേശങ്ങളിലുള്ളവരോട് ജാഗ്രത നിർദ്ദേശം പാലിക്കണമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സമുദ്ര ഗവേഷണ പഠന വകുപ്പും ഇതുതന്നെയാണ് നൽകുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാവരോടും, നാട്ടുകാരോടും അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാരോടും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം മാത്രമാണ് നൽകുന്നത്. ഇന്ന് ഓറഞ്ച് അലർട്ടാണ് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ അലർട്ടുകൾ 3 മണിക്കൂർ കഴിയുന്നതിന് മുൻപായി മാറാനുള്ള സാധ്യതകൾ ഉണ്ടെന്നും പറയുന്നുണ്ട്. തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അതിശക്തമായ മഴയാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണിടിച്ചിലിനുള്ള സാധ്യതകൾ ഉണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. എന്തായാലും മണ്ണിടിച്ചിലും അതുപോലെ തന്നെ നദീതടങ്ങളിൽ വെള്ളം കൂടുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾ എല്ലാവരും തന്നെ ബന്ധപ്പെട്ട അധികാരികളോട് പറയണമെന്നും അതുപോലെ തന്നെ കൂടുതൽ മുന്നൊരുക്കങ്ങൾ എല്ലാവരും എടുക്കണമെന്നുള്ള നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വീണ. ഓക്കെ, ശിവദാസ് കൂടി ചേരുന്നുണ്ട്. ശിവദാസ്, എന്താണ് മലപ്പുറത്തെ സാഹചര്യം? ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്ന ജില്ലയാണ്. അടുത്ത 3 മണിക്കൂറിൽ കനത്ത മഴയുണ്ടാകും എന്ന സൂചനകൾ കൂടിയുണ്ട്. വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, മലപ്പുറം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ഇപ്പോൾ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. നിലവിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചാലിയാർ പുഴയിലും അതോടൊപ്പം തന്നെ ഭാരതപ്പുഴയിലും വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതോടൊപ്പം തന്നെ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ചില ഇടങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയ ഒരു സാഹചര്യം ഉണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂരിലെല്ലാം തന്നെ വനവാസി കോളനികൾ ഉള്ള നിരവധി മേഖലകൾ ഉണ്ട്. ഈ ഭാഗങ്ങളിലോ എല്ലാം തന്നെ ചില ഭാഗങ്ങൾ ഒറ്റപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നിലവിൽ ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. ചില ഇടങ്ങളിൽ ഒറ്റപ്പെട്ട മഴ പെയ്യുന്നുണ്ട്. മലയോരവാസികളെയും അതോടൊപ്പം തന്നെ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ജാഗ്രത വേണം എന്നൊരു നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില മേഖലകളിൽ വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ എല്ലാം തന്നെ വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കോട്ടക്കൽ മേഖല, അതോടൊപ്പം തന്നെ കൊണ്ടോട്ടി മേഖല, നിലമ്പൂരിലെ ചില ഭാഗങ്ങളിലെല്ലാം തന്നെ വ്യാപകമായി തന്നെ കൃഷി നശിച്ച ഒരു സംഭവവും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് ഇപ്പോൾ മഴയും അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റും ഉള്ളത്. വീണ. ഓക്കെ, ശരി. ശിവദാസും ശ്രീനന്ദയുമാണ് വിവരങ്ങൾ നൽകിയത്. അടുത്ത 3 മണിക്കൂർ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, നമുക്കറിയാം ഈ മഴയോടൊപ്പം വലിയ തോതിൽ കാറ്റും ഉണ്ടാകുന്നുണ്ട്. അതും നമുക്ക് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ കാറ്റത്ത് മരം ഒടിഞ്ഞു വീണുണ്ടാകുന്ന അപകടങ്ങൾ ഒക്കെയും യാത്രയിലുമൊക്കെ ശ്രദ്ധേയം ഉണ്ടായിരിക്കണം. വയനാട്ടിലെ കാര്യത്തിലേക്ക് വന്നാൽ, വയനാട്ടിൽ ഇന്നലെ രാവിലെ മുതലുള്ള മഴയ്ക്ക് ഇപ്പോൾ ശമനമായിട്ടുണ്ടെന്ന വിവരമാണ് ലഭിക്കുന്നത്. രാത്രി കാര്യമായി എവിടെയും മഴ പെയ്യാത്തത് ആശ്വാസമായിട്ടുണ്ട്. ചൂരൽമലയിൽ ഇന്നലെ എഡിഎമ്മുമായി നാട്ടുകാർ നടത്തിയ ചർച്ചയിൽ സമരം അവസാനിപ്പിച്ചെങ്കിലും ഇപ്പോഴും ആശങ്കകൾ അവർക്ക് നിലനിൽക്കുകയാണ്. അർജുൻ PS ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ, ഈ ആശങ്ക എന്ന് പറയുന്നത് നമുക്ക് അറിയാം, കഴിഞ്ഞ ഒരു വർഷമായി ഈ ചൂരൽമല അവിടെ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം എന്ത് നടപടികൾ എടുത്തു എന്ന് ചോദിച്ചാൽ നടപടികളൊന്നും എടുത്തില്ല എന്ന് പറയുന്നൊരു സാഹചര്യമാണ് ഈ ഒരു മഴക്കാലത്ത് വീണ്ടും ഒരു മഴ വരികയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്ത ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഈ പുന്നപ്പുഴയുടെ ഇരുകരകളിലും ഈ ഉരുൾപൊട്ടലിൻ്റെ അവശിഷ്ടങ്ങളടക്കം മാറ്റിയിട്ടിരുന്നതെല്ലാം വീണ്ടും ഈ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോയി എന്നുള്ളതാണ്. ഈ പുഴയിലേക്ക് തന്നെ വീണ്ടും പോയി എന്നുള്ളതൊക്കെയും കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ അവിടെ നിന്ന് വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷവും, ഇന്നലത്തെ സംഭവത്തിന് ശേഷവും മഴ ഇങ്ങനെ ശക്തമായി നിൽക്കുന്ന ഘട്ടത്തിലുമൊക്കെ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായോ? ഗുഡ് മോർണിംഗ് വീണ. കഴിഞ്ഞ ദിവസത്തേക്കാൾ മഴ ഒരു ശമനമുണ്ട് ഈ വയനാട്ടിൽ. ഇന്ന്
അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ചൂരൽമലയിലും മഴയ്ക്ക് ഒരു ശമനമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പുഴ നമുക്ക് നോക്കിയാൽ കാണാം, കഴിഞ്ഞ ദിവസത്തേക്കാൾ കലക്ക് ഇപ്പോൾ പുഴയ്ക്ക് കുറവുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മഴ ഇപ്പോൾ ഈ മലയിലും പെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ വീണ പറഞ്ഞതുപോലെ തന്നെ ഈ സംരക്ഷണ ഭിത്തിയുടെ കാര്യം, ഈ സംരക്ഷണ ഭിത്തി നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കും. ഈ സംരക്ഷണ ഭിത്തി അതായത് ഇത്തരത്തിൽ ഈ പുഴയിൽ നിന്ന് തന്നെ എടുത്തു മാറ്റിയിട്ടുള്ള മണ്ണ്, അതായത് പുഴയുടെ നടുക്ക് നിന്നും മണ്ണ് മാറ്റിക്കൊണ്ട് ഒരു ഭിത്തി പോലെ പുഴയുടെ ഇരു സൈഡിലും വെക്കുന്നതാണ് നമുക്കിവിടെ കാണുന്നത്. പക്ഷേ യാതൊരു വിധത്തിലുള്ള ഉറപ്പുമില്ലാതെയുമാണ് ഈ മണ്ണ് അതേപടി കോരി അവിടെ വെച്ചിരുന്നത്. ആ ഒരു സമയത്താണ് ഇന്നലെ ശക്തമായ മഴ പെയ്തത്. ആ മഴ പെയ്തപ്പോൾ തന്നെ പുഴ കവിഞ്ഞൊഴുകുകയും പിന്നീട് ശക്തമായി ഈ വെള്ളം ഈ ചൂരൽമലയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുമാണ് ചെയ്തത്. അതേ തുടർന്ന് ഈ ഭിത്തി ഈ സൈഡിലേക്ക് മാറ്റിവെച്ചിട്ടുള്ള മണ്ണും കല്ലുകളും അവശിഷ്ടങ്ങളും എല്ലാം വീണ്ടും ആ പുഴയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് വലിയ രീതിയിൽ ഇവിടെ ആ പുഴയുടെ ഗതിമാറ്റത്തിന് കാരണമായിട്ടുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഇന്ന് ആ പുഴയുടെ ഈ ഒഴുക്കിൻ്റെ ശക്തി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്തിനാ തന്നെയും ഇപ്പോൾ ചെറിയ മഴ ഇപ്പോൾ പൊടിയുന്നുണ്ട്, ഈ ചൂരൽമലയിൽ പൊടിയുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഇവിടെ ഉയർന്നു വന്നിരുന്നു. അതായത് ഇവരുടെ ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങളാണ്. കൃത്യമായ ധനസഹായം ഇതുവരെയും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. 300 രൂപ വെച്ച് കിട്ടേണ്ട ധനസഹായം ഇതുവരെയും പലർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവരുടെ പരാതി എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ടൗൺഷിപ്പ് പദ്ധതി 1 വർഷമായി, പക്ഷേ ഇതുവരെയും പകുതി പോലും ആയിട്ടില്ല ടൗൺഷിപ്പ് പദ്ധതിയുടെ പൂർത്തീകരണം എന്നുള്ളതാണ് ഏറെ വസ്തുത. അതുകൊണ്ട് തന്നെ ഈ ടൗൺഷിപ്പ് പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഇത്തരത്തിൽ ഇവർ ആവശ്യപ്പെടുന്നത്. കാരണം 1 വർഷത്തോളമായി ഇവർ വാടക വീടുകളിലും അതുപോലെ തന്നെ മറ്റ് ബന്ധു വീടുകളിലും താമസിക്കുന്നു. പക്ഷേ ഇനി അത്തരത്തിൽ താമസിക്കാൻ കഴിയില്ല. തങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ സ്ഥലത്ത് എത്തേണ്ടതുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞൻ ജോൺ മത്തായി ഇവിടെ കൃത്യമായി, അതായത് സോണുകളൊക്കെ തിരിച്ചിരുന്നു. മാത്രമല്ല സംരക്ഷിത സോണുകളൊക്കെ തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കുറ്റിയടിച്ച സ്ഥലത്ത് സംരക്ഷണ ഇടങ്ങളെന്ന് രേഖപ്പെടുത്തിയ സ്ഥലത്തിന് അപ്പുറത്തു കൂടിയാണ് ഇപ്പോൾ മഴവെള്ളം ഒഴുകിയിരിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക സ്ഥിരമായ ആളുകൾ താമസിക്കാൻ ഈ ഇത്തരത്തിൽ അട്ടമല ഭാഗത്തൊക്കെ ആളുകൾ ഇപ്പോഴും തേയില നുള്ളാനൊക്കെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ അവർക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ പുഴ ഇങ്ങനെ മഴ ഒഴുകി വരുമ്പോൾ വലിയ രീതിയിലുള്ള വെള്ളം പൊങ്ങുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ അവർ അക്കരയ്ക്ക് പോയി കഴിഞ്ഞ് പിന്നീട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഫയർഫോഴ്സ്, പോലീസ് അടക്കം വേണ്ടി വന്നു. കാരണം എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള സ്ഥലം, അതായത് ഗോസോൺ ഏരിയക്ക് ഇപ്പുറത്തുള്ള സ്ഥലം, അതായത് സംരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്കടക്കം വെള്ളം ഒഴുകിപ്പോയത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. ഇവിടെ കുറച്ച് നാട്ടുകാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇന്ന് എങ്ങനെയുണ്ട് മഴ? ഇന്ന് വെള്ളം എങ്ങനെയുണ്ട്? വെള്ളം കുറവുണ്ടോ? പോന്നുള്ളൂ. നമുക്ക് മറ്റുള്ള ചേട്ടന്മാരോട് ചോദിക്കാം. ഇവിടെ എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെയിലി പാലത്തിന്റെ സംരക്ഷണം. അർജുൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇന്നിപ്പോൾ ഈ മലവെള്ളപ്പാച്ചിൽ, ഈ മഴയിലൂടെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കിനൊരു നേരിയ ശമനം കൂടി വന്നിട്ടുണ്ട്. മഴയും ചെറുതായി ഒന്ന് മാറി നിൽക്കുന്ന ഇത് ആശ്വാസമാവുകയാണ്. അതേസമയം മുന്നറിയിപ്പുകളൊക്കെ നിലനിൽക്കുന്ന ഘട്ടം കൂടിയുണ്ട്. ഇപ്പോഴും അർജുൻ സൂചിപ്പിച്ചതുപോലെ ഈ പാലം കടന്ന് അപ്പുറത്തേക്ക് തോട്ടം തൊഴിലാളികളൊക്കെ ഇപ്പോഴും പണിക്ക് പോകുന്നുണ്ട്. അതാണ് ഒരു ആശങ്കയാകുന്നത്. പെട്ടെന്നൊരു മാറ്റം കാലാവസ്ഥയ്ക്ക് സംഭവിച്ചാൽ അവരെ എങ്ങനെ തിരികെ കൊണ്ടുവരാൻ കഴിയും എന്നൊക്കെയുള്ള ആശങ്കകൾ നിലനിൽക്കുകയും ചെയ്യുന്നു. കാരണം ഇവിടെയൊക്കെ ഇത്രയും പ്രശ്നമുള്ള ഇടമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷവും വേണ്ട നിയന്ത്രണങ്ങൾ ഒരുക്കാനോ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാനോ ഒന്നും ഇനിയും സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഈ ഉരുൾപൊട്ടലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പേറി നിൽക്കുകയാണ് ആ സ്ഥലം എന്ന് പറയുമ്പോഴാണ് നമുക്ക് ആശങ്ക കൂടുന്നത്. കാരണം ഇന്നലെ നമ്മളൊന്ന് മറന്നു നിൽക്കുന്ന സമയമായിരുന്നു ഇന്നലെ വീണ്ടും ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നത്. അർജുൻ തുടരുന്നുണ്ട്. അർജുൻ ഇടയ്ക്ക് സൂചിപ്പിച്ചു ഈ പാലം കടന്ന് അപ്പുറത്തേക്ക് തോട്ടം തൊഴിലാളികളൊക്കെ പോകുന്നുണ്ട് എന്നുള്ള, അവരപ്പുറത്ത് പണിക്ക് പോകുന്നുണ്ട്. പക്ഷെ പെട്ടെന്നാണ് ഈ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ഇവരുടെ ഒരു സുരക്ഷിതത്വം വലിയ പ്രശ്നമാണ്. അതിനുവേണ്ടി ഇപ്പോൾ ഇന്നലെ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ വന്നു. അവർ മറ്റെന്തെങ്കിലും നടപടികളെടുത്ത് അവരവിടെ തുടരുന്നുണ്ടോ?
തീർച്ചയായും വീണ, ഇന്ന് അവർക്ക് കൃത്യമായി അപ്പുറത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പണി ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവർക്ക് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പറഞ്ഞത് ഇതാണ്, തങ്ങൾക്ക് പണിക്ക് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ തങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതടക്കം. ഒഴുക്ക് കുറവുണ്ടോ? പുഴയ്ക്ക് ഒഴുക്ക് കുറവുണ്ടോ? എന്നാൽ ആളുകളൊക്കെ പണിക്ക് പോയോ? അവിടെ പോയിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്, അക്കരയ്ക്ക് പോയിട്ടുണ്ട് ആളുകൾ. അവിടെ ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. തീവ്രത കുറയുന്നതനുസരിച്ചിട്ട് അവിടെ പോകും. ഈ സംരക്ഷണ ഭിത്തിക്ക് ഒരു വിള്ളലുണ്ടല്ലോ, ഈ ഭിത്തി സൈഡ് പ്രൊട്ടക്ഷൻ എന്താ പറയുക, നമ്മൾ താൽക്കാലികമായ വേലിപ്പാലാണ്. അപ്പം അതിൻ്റെതായ ഒരു പോരായ്മ സംഭവിച്ചത്. വെള്ളം നല്ല കുട്ടാണ്. അതിനപ്പം പ്രൊട്ടക്ഷൻ ചെയ്യേണ്ട പണിയാണ് നമ്മളിപ്പം ചെയ്യുന്നത്. അതെ അല്ലേ? കൃത്യമായി നമ്മളോടിപ്പോൾ സംസാരിച്ചത് ഇവിടെ ഈ പണിക്ക് വന്നവരാണ്. അതായത് ഈ വേലിപ്പാലത്തിൻ്റെ നാടുകളുടെ സംരക്ഷണ ഭിത്തി ഒരു അർജുൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. വയനാട് കാലാവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം, വളരെ പെട്ടെന്ന് ചില മാറ്റങ്ങൾ വന്നു പോയാൽ അത് വലിയ വിഷമമാവുകയും ചെയ്യും. ഇന്നലെ മലവെള്ളപ്പാച്ചിലായിരുന്നു എന്നൊക്കെ വ്യക്തമായതിനു ശേഷമാണ് ശ്വാസം നേരെ വീണത്. അതിനു മുമ്പ് ഈ ഉരുൾപൊട്ടലാണോ എന്നുള്ള സംശയമൊക്കെ പെട്ടെന്ന് വന്നു. അവിടെ നിന്ന് ഈ പണിക്ക് പോയ തോട്ടത്തൊഴിലാളികളൊക്കെ വളരെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും ആ ഭാഗത്തൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട് എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും ഒരു ടെൻഷനാണ്. ഏതായാലും നിലവിൽ വലിയ മഴയില്ലാത്തതാണ് ഒരു ആശ്വാസം. എങ്കിലും മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക. അത് എല്ലാ ജില്ലക്കാരും, പ്രത്യേകിച്ച് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന ജില്ലക്കാർ. ഇനി ഇടുക്കി ജില്ലയിലേക്ക് വന്നാൽ അവിടെയും ശക്തമായ മഴ തുടരുകയാണ്. ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ മൂന്നാർ ഗ്യാപ്പ് റോഡിലുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയപാത 85-ലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളും അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമുണ്ട്. അപ്പം മുല്ലപ്പെരിയാർ ഡാമിലെ അണക്കെട്ട് 133 അടി പിന്നിട്ടു എന്നുകൂടിയുണ്ട്. കല്ലാർകുട്ടി, പാബ്ല, പൊന്മുടി ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. തൊടുപുഴയാറ്റിലും ജലനിരപ്പ് ഉയർന്നു. സുബിൻ തോമസ് മറ്റു വിവരങ്ങൾ കൂടി കൂട്ടിച്ചേർക്കും. സുബിൻ, ജില്ലയിലാകെ കാലാവസ്ഥ ഇന്ന് രാവിലെ എങ്ങനെയാണ്? ഇന്ന് രാവിലെയും ശക്തമായ മഴ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജില്ലയുടെ വിവിധ മേഖലകളിൽ ശക്തമായ മഴയുണ്ട്. പ്രധാനമായും തൊടുപുഴ, അതുപോലെ തന്നെ മൂന്നാർ, നെടുങ്കണ്ടം, കട്ടപ്പന ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നു. നിലവിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിലും ചാറ്റൽ മഴയുണ്ട്. കൂടാതെ മറ്റ് പ്രശ്നങ്ങൾ, അതായത് അടിയന്തര സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെ ജില്ലയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. പ്രധാനമായും ഈ മഴ കനക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും മഴ ഉണ്ടാവും. വരും മണിക്കൂറുകളിൽ മഴ ശക്തി പ്രാപിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണുള്ളത്. ഈ സാഹചര്യത്തിൽ ജില്ലയുടെ മലയോര മേഖലയിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. മൂന്നാർ ഗ്യാപ്പ് റോഡിലാണ് ഈ നിലവിലിപ്പോൾ ഗതാഗതം നിരോധിച്ചിട്ടുള്ളത്. കടുത്ത നിയന്ത്രണം ഈ റോഡിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ ദേശീയപാത 85-ൽ ഇന്നലെ രാത്രിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. വാളറയ്ക്ക് സമീപത്താണ് മണ്ണിടിച്ചിലുണ്ടായിരുന്നത്. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദേശീയപാത 85-ലും കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രധാനമായും മണ്ണിടിച്ചിൽ ഭീഷണി തന്നെയാണ് ഈ മേഖലയിലും ഉടലെടുത്തിട്ടുള്ളത്. ജില്ലയിലെ ഡാമുകളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാമുകൾ, ചെറു ഡാമുകൾ എല്ലാം തന്നെ തുറക്കുന്ന ഒരു സാഹചര്യമാണ്. മലങ്കര ഡാം, അതുപോലെ തന്നെ പൊന്മുടി, കല്ലാർകുട്ടി, പാബ്ല ഡാമുകളാണ് നിലവിലിപ്പോൾ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. മലങ്കര ഡാമിന്റെ 6 ഷട്ടറുകൾ ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് തൊടുപുഴയാറ്റിലും മൂവാറ്റുപുഴയാറ്റിലും വെള്ളം ഉയരുന്ന സാഹചര്യമുണ്ട്. തൊടുപുഴയാറ്റിൽ ക്രമാതീതമായി വെള്ളം ഉയർന്നിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തൊടുപുഴ ടൗണിൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ അവിടെ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും മഴ കനക്കുകയാണെങ്കിൽ വീണ്ടും വെള്ളം കയറാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ തൊടുപുഴയാറിന്റെ തീരപ്രദേശത്തുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ചാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് നിലവിൽ 133 അടി പിന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 144 അടിയിലേക്ക് നിലവിൽ ഇപ്പോൾ എത്തുന്നു. ഡാമിന്റെ വൃഷ്ടപ്രദേശത്ത് വനത്തിനുള്ളിലും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നിലവിൽ മുല്ലപ്പെരിയാർ ഡാമിലെ സ്ഥിതിഗതികൾ നിലവിൽ ശക്തമായി നിരീക്ഷിച്ചു വരികയാണ് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ, അതായത് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും നിലവിൽ കൂട്ടിയിട്ടുണ്ട്. മഴ കനക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ടതായുള്ള സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജില്ലയിൽ ഇപ്പോഴും ശക്തമായി തന്നെ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ ജില്ലയുടെ പല പ്രദേശങ്ങളിലും മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്. ഈ മേഖലയിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരും കൃത്യമായ ഇടപെടൽ നടത്തണം, നിരീക്ഷണം നടത്തണമെന്നുള്ളൊരു കാര്യമാണ് ജില്ലാ
ഭരണകൂടം നൽകിയിട്ടുള്ളത്. വകുപ്പ് തല ഉദ്യോഗസ്ഥരോട് കൃത്യമായി ജാഗരൂകരായിരിക്കാനും നിർദ്ദേശമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടായാൽ അതിനുവേണ്ട ക്രമീകരണങ്ങളും അടിയന്തരമായി സ്വീകരിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നൽകുന്നുണ്ട്. കൂടാതെ ഏതെങ്കിലും തരത്തിൽ അപകട സാധ്യത മുന്നിൽ കണ്ടാൽ ആളുകൾ സ്വയമേ മാറാനുള്ള സന്നദ്ധത കാണിക്കണമെന്നുള്ളൊരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. അർജുൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. സുബിൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇടുക്കിയിലെ സാഹചര്യം വിലയിരുത്തുകയായിരുന്നു. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടന്നിട്ടില്ലെങ്കിൽ പോലും അവരോട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരം ഇടങ്ങളിൽ നിന്ന് സ്വമേധയാ മാറി നിൽക്കാനുള്ള സമയം ഇപ്പോഴുണ്ട്, കാലാവസ്ഥ കൂടുതൽ മോശമാകുന്നതിന് മുൻപ് തന്നെ. തൃശ്ശൂരിൽ കനത്ത മഴയുണ്ട്. അവിടെ ചാലക്കുടി ഭാഗത്ത് പലയിടങ്ങളിലും വെള്ളം കയറിയതാണ് റിപ്പോർട്ട്. പൊരിങ്ങൽകുത്ത് ഡാമിൽ റെഡ് അലേർട്ടാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് സ്ലൂയിസ് വാൽവ് തുറക്കും എന്നറിയിച്ചിട്ടുണ്ട്. കപ്പത്തോട് കരകവിഞ്ഞ് ഒഴുകുകയാണ്. റെയിൽവേ അടിപ്പാത മുങ്ങി എന്ന വിവരവുമുണ്ട്. ഡിവൈൻ കോളനിയിൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. 40ഓളം വീടുകളിൽ ഈ മേഖലയിൽ വെള്ളക്കെട്ടുണ്ട്. കമളം ഭാഗത്തും വീടുകളിൽ വെള്ളം കയറി. കൊല്ലം തലവൂർ പഞ്ചായത്തിലെ ഏക സർക്കാർ സ്കൂള് ഇന്ന് നല്ലൊരു കെട്ടിടമില്ലാത്ത ദുരവസ്ഥയിലാണ്. കാലപ്പഴക്കം ചെന്ന് ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ ജീവൻ പണയം വെച്ചാണ് വിദ്യാർത്ഥികൾ പഠിക്കാനെത്തുന്നത്. എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണം എന്നതാണ് ഉയരുന്ന ആവശ്യം. 1860 സ്ഥാപിച്ചതാണ് തലവൂരിലെ ഈ സർക്കാർ UP സ്കൂൾ. നടുത്തേരിയിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളിൽ നിന്ന് മതിയായ സൗകര്യങ്ങളില്ലാത്തതിനാൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ വലയുകയാണ്. സ്കൂളിന് നല്ലൊരു കെട്ടിടമില്ലെന്നതാണ് പ്രധാന പ്രശ്നം. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ച് ഇടിഞ്ഞു വീണിട്ടുണ്ട്. കെട്ടിടത്തിൻ്റെ ഭിത്തികളിലെ വിള്ളലുകളും പുറമേയുള്ള ഭാഗങ്ങൾ അടർന്നു വീണിട്ടുള്ളതും വ്യക്തമായി കാണാം. ക്ലാസ് മുറികളുടെ ജനാലകളുടെ ഭാഗങ്ങൾക്കും വാതിലുകൾക്കും കേടുപാടുകളുണ്ട്. മഴ പെയ്താൽ പല ഭാഗങ്ങളിലും ചോർച്ചയാണ്. വർഷങ്ങളായുള്ള സ്കൂളിലെ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി സ്ഥലം MLA കൂടിയായ മന്ത്രി KB ഗണേഷ് കുമാറിന് മുൻപ് പരാതി നൽകിയിരുന്നു. അടിയന്തരമായി പരിഹാരം കണ്ടെത്താമെന്ന് മന്ത്രി ഉറപ്പു നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല. തുടർന്ന് ജനപ്രതിനിധികളടങ്ങുന്ന സംഘം വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകിയെങ്കിലും ഇതുവരെ കെട്ടിടം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ ഒരു 4-4.5 വർഷം മുതൽ ഇതിന് ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയതിനു ശേഷം പോകേണ്ടിവരെയൊക്കെ പോയി കാണുകയും ഏറ്റവും അവസാനം വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതിൻ്റെ നിലവിലെ അവസ്ഥ കാണിച്ചുകൊണ്ട് ഞാനും തലവൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ഉൾപ്പെടുന്ന സംഘം പോയിട്ട് 6 മാസത്തിന് മുമ്പ് പോയി. അതിൻ്റെ ഏകദേശം അന്നേരം വിദ്യാഭ്യാസ മന്ത്രി ഏകദേശം ഉറപ്പ് തന്ന ഒരു സംഭവമാണ് ഈ സ്കൂൾ. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല ഇതുവരെ അത് അടുത്ത അധ്യയന വർഷം തുടങ്ങി 180ഓളം കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. LKG മുതൽ 7ാം ക്ലാസ് വരെ. സ്കൂളിന്റെ ഓഫീസിനോട് ചേർന്നുള്ള പ്രധാന കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് കാലപ്പഴക്കത്തിനാൽ 2 വർഷങ്ങൾക്ക് മുൻപ് റദ്ദാക്കി. നിലവിൽ ഇതിനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് ക്ലാസ് മുറികളുള്ളത്. ഈ കെട്ടിടവും തകർച്ചയുടെ വക്കിലാണ്. 170ഓളം കുട്ടികൾ ഇപ്പോഴും ഇവിടെ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് അതിനാവശ്യമായ സൗകര്യങ്ങൾ കെട്ടിടം ഇവിടെ ഇല്ല എന്നുള്ളത് വലിയ ഒരു പ്രശ്നമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കെട്ടിടം ഇത് കഴിഞ്ഞ 2 വർഷം മുമ്പ് പ്രവർത്തന സജ്ജമല്ല, അൺഫിറ്റായി പോയ ഒരു കെട്ടിടമാണ്. അതിന് പകരം ഒരു കെട്ടിടം അനുവദിക്കുന്നതിലേക്ക് ഇതുവരെ ആയിട്ടും ഒരു അവസാന തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ബഹുമാനായ MLA ഒക്കെ ഇവിടെ വന്നിരുന്നു, മന്ത്രി. അദ്ദേഹം വന്നിട്ട് നമുക്ക് ഉടനെ തന്നെ കെട്ടിടം അനുവദിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ അതിനൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങളെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട്. 1 മുതൽ 7ാം ക്ലാസും കിൻഡർ ഗാർഡനും ചേർത്ത് 10 ഡിവിഷനുകളിലായി 170ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായിരുന്നു പഠിക്കുന്നതിന് മതിയായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നതാണ് രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം. ജനം, കൊല്ലം. കോട്ടയത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ അധ്യയനം മുടങ്ങുന്നതിൽ പ്രതിസന്ധിയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. കുട്ടികളുടെ പഠനം മുടങ്ങുന്നതിൽ വിഷമമുണ്ടെന്നും അധികൃതർ പകരം സംവിധാനം ഒരുക്കിയാൽ മാറുമെന്നും ദുരിതബാധിതർ പറയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ വീഴ്ചയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA വിമർശിച്ചു. കോട്ടയത്തെ 4 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 2 സ്കൂളുകളിലാണ് പ്രവർത്തിക്കുന്നത്. അതിലൊന്നായ ചിങ്ങവനം ഗവൺമെന്റ് UP സ്കൂളിൽ
ഇതുവരെ 5 ദിവസം മാത്രമേ അധ്യയനം നടന്നിട്ടുള്ളൂ. വെള്ളപ്പൊക്ക ബാധിതരായ ചിങ്ങവനം FACT കടവിലെ 5 കുടുംബങ്ങളിലായി 15 പേർ ഈ സ്കൂളിലാണ് കഴിയുന്നത്. വെള്ളമൊഴിയാത്തതിനാൽ തിരിച്ചു വീട്ടിൽ പോകാനാവില്ലെങ്കിലും വിദ്യാർത്ഥികളുടെ പഠനം തങ്ങൾ മൂലം മുടങ്ങുന്നതിൽ ഇവർക്ക് വിഷമമുണ്ട്. പകരം സംവിധാനം ഒരുക്കിയാൽ മാറി താമസിക്കാൻ തയ്യാറുമാണ്. എങ്കിലും ഞങ്ങളുടെ പിള്ളേരൊക്കെ ഇവിടെ പഠിക്കുന്നത്, അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ഉണ്ട്, പിള്ളേർക്കും ഉണ്ട്. ഇവിടെ ടീച്ചേഴ്സിനൊക്കെ തന്നെ ഒരു വല്ലാഴികയുണ്ട് ഞങ്ങളിവിടെ കിടക്കുന്നതുകൊണ്ടേ. അതൊന്നും അറിയാനൊക്കെയില്ല. മഴയാണെങ്കിൽ വെള്ളം താഴുവാണെങ്കിൽ ഞങ്ങൾ ഇപ്പം തന്നെ പോകും. മഴ ഇല്ല നോക്കണം, ഇന്ന് പോകാൻ തയ്യാറായിട്ടിരിക്കുക. കുട്ടികൾക്കും ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, അതൊരു പ്രയാസമാണ്. 200 അധ്യയന ദിവസങ്ങൾ എന്ന സർക്കാർ തീരുമാനം ഈ സാഹചര്യത്തിൽ എങ്ങനെ പൂർത്തിയാക്കുമെന്ന ആശങ്ക സ്കൂൾ അധികൃതർക്കുണ്ട്. നിരന്തരം അവധി പ്രഖ്യാപിച്ച അധ്യയനം നഷ്ടമാകുന്നതിന്റെ ആശങ്ക രക്ഷിതാക്കൾക്കും. പല കുട്ടികളും TC വാങ്ങിപ്പോകാനും ശ്രമം തുടങ്ങി. പ്രതിസന്ധിക്ക് കാരണം ജില്ലാ ഭരണകൂടമാണെന്നും സ്കൂളുകളുടെ നിലനിൽപ്പും ദുരിതബാധിതരുടെ സംരക്ഷണവും ജില്ലാ ഭരണകൂടം ഉറപ്പാക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആവശ്യപ്പെട്ടു. സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പായി കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ കുട്ടികൾ TC മേടിച്ച് മറ്റ് സ്ഥലത്തേക്ക് പോകാൻ രക്ഷകർത്താക്കൾ മുന്നിട്ട് വരികയാണ്. ആ ഒരു പ്രതിസന്ധി തരണം ചെയ്യണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അത് ഡിസ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഒരു ക്രമീകരണം ഉണ്ടാക്കണം. അതിന് പറ്റത്തക്ക വിധത്തിലുള്ള ഷെൽട്ടർ കണ്ടെത്തണം. എന്നിട്ട് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. വിമർശനത്തെ തുടർന്ന് അധ്യയന ദിവസങ്ങൾ നഷ്ടമായ പെരുന്ന സർക്കാർ LP സ്കൂൾ ഇന്ന് തുറക്കാൻ തീരുമാനമായി. ചിങ്ങവനം ഗവൺമെന്റ് UP സ്കൂൾ തിങ്കളാഴ്ച തുറക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. കനത്ത മഴയാണ് ഇവരെ ഇങ്ങോട്ടെത്തിച്ചത്. സുരക്ഷിതമായ മറ്റൊരിടം കണ്ടെത്തി നൽകിയാൽ ഇവർക്കിവിടെ നിന്ന് മാറാനുമാകും, അധ്യയനം ആരംഭിക്കാനുമാകും. നടപടിയെടുക്കേണ്ടത് അധികൃതരാണ്. ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം ചിങ്ങവനത്ത് നിന്ന് മിഥുനയ്യപ്പൻ, ജനം. തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടിനെക്കുറിച്ച് പഠിക്കുന്നതിനും ദുരന്ത ലഘൂകരണ പദ്ധതി തയ്യാറാക്കുന്നതിനും വേണ്ടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിയോഗിച്ച സംഘം വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു. ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ അംഗവും രാജ്യാന്തര കായൽ കൃഷി ഗവേഷണ കേന്ദ്രം ഡയറക്ടറുമായ ഡോക്ടർ KG പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത്. ചെറിയ മഴ പെയ്താൽ പോലും തൃശൂർ നഗരത്തിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിലാകുന്ന അവസ്ഥ. ബണ്ടുകൾ തകരുന്നതോടെ വീടുകളിൽ അടക്കം വെള്ളം കയറുന്നു. തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടേണ്ട ഗതികേട്. കഴിഞ്ഞ കുറച്ചു നാളുകളായി തൃശൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രധാന ദുരിതങ്ങളിൽ ഒന്നാണിത്. പ്രളയകാലത്ത് പോലും വെള്ളം കയറാതിരുന്ന ഭാഗങ്ങളിൽ പോലും വെള്ളക്കെട്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചും ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഡോക്ടർ KG പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ തൃശൂരിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. ഡോക്ടർ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ മാസം 17-ന് പെരിങ്ങാവ് ഗാന്ധിനഗർ റെസിഡൻസിൽ പ്രളയബാധിതരുമായി ചർച്ച നടത്തിയിരുന്നു. 2ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വിവിധ പ്രദേശങ്ങളിൽ സംഘം സന്ദർശനം നടത്തിയത്. ഞങ്ങളിപ്പം പോയി സന്ദർശിച്ച സ്ഥലങ്ങളിൽ ചിലയിടത്തൊക്കെ കയ്യേറ്റമുണ്ട്. പിന്നെ നമ്മൾ കനാലുകൾ പൂർണ്ണമായിട്ട് സജ്ജീകരിച്ചിട്ടില്ല. കാരണം എക്കലൊന്ന് അടിഞ്ഞിട്ട് ആഴം കുറഞ്ഞ് നീരൊഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. പലയിടങ്ങളിലുള്ള നിർമ്മിതികൾ, നമ്മളുണ്ടാക്കിയിട്ടുള്ള നിർമ്മിതികൾ കുപ്പിക്കെടുത്ത് പോലെ ആക്കിയിട്ടുള്ള ഇടങ്ങളൊക്കെ ഉണ്ട്. നീരൊഴുക്കിന് തടസ്സം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇത് ഈ വെള്ളം ഒഴുകി നേരിട്ട് കോൾപ്പാടങ്ങളിലെത്തി അതുവഴി അറബിക്കടലിലോട്ട് ഒഴുകിപ്പോണം. അപ്പോൾ അതിന് വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് നീരൊഴുക്കിൻ്റെ തടസ്സം കൊണ്ടാണ്. അത് കൃത്രിമമായിട്ടുള്ള നിർമ്മിതികളുടെ അശാസ്ത്രീയതയുണ്ട്. ഒപ്പം തന്നെ കയ്യേറ്റങ്ങൾ, പലയിടങ്ങളിലും കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കണ്ടെത്തി പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടികളാണ് ഉണ്ടാകുന്നത്. തൃശൂർ താണിക്കുടമ്പുഴ, കുണ്ടുവാറത്തോട്, ഗിരിജത്തോട്, നിപ്പോൺ ടയോട്ടത്തോട്, ഗിരിജത്തോട് പാലം തുടങ്ങിയ തൃശൂരിലെ നിരവധി സ്ഥലങ്ങളിൽ സംഘം ഇതിനോടകം സന്ദർശനം നടത്തി. നദികളിലെ ഒഴുക്ക്, ഇവയുടെ ആഴം, കയ്യേറ്റങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഇതടക്കമാണ് ഡോക്ടർ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിനും ഒപ്പം സർക്കാരിനും സമർപ്പിക്കും. ജനം, തൃശൂർ. സംസ്ഥാന പോലീസ് മേധാവിയെ തീരുമാനിക്കുന്നതിനുള്ള UPSC ബോർഡ് യോഗം ഇന്ന്. സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചീഫ് സെക്രട്ടറിയാകും ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുക. 30 വർഷം സർവീസ് പൂർത്തിയാക്കിയവരെയാണ് പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. യോഗേഷ് ഗുപ്ത, നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ തുടങ്ങിയ പേരുകളാകും UPSCയുടെ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിക്കുക എന്നാണ് സൂചന. വരുന്ന 30-നാണ് നിലവിലെ പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദവേസ് സാഹിബ് വിരമിക്കുന്നത്. ശ്രീകാന്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീകാന്ത്, വിവരങ്ങൾ എന്താണ്? ആരാകും കേരളത്തിൻ്റെ പോലീസ് മേധാവി അടുത്തത് എന്നുള്ളതാണ്
ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് UPSC ഇത് പരിഗണിക്കാൻ പോവുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിയെ തീരുമാനിക്കുന്നതിനുള്ള UPSC ബോർഡ് യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും എന്നുള്ളതാണ് ഇവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചീഫ് സെക്രട്ടറി വർഷം സർവീസ് തുടങ്ങിയ പേരുകളാകും UPSCയുടെ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിക്കുക എന്നുള്ളതാണ് സൂചന. അതേസമയം വരുന്ന 30-നാണ് നിലവിലെ പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഈ സ്ഥാനം ഒഴിയാൻ പോകുന്നത്. അതിനു മുന്നോടിയായി പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് പുതിയ പോലീസ് മേധാവിയെ പ്രഖ്യാപിക്കും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. MR അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. നേരത്തെ ആ പട്ടിക പുറത്തു വന്ന ഘട്ടത്തിൽ ഈ CPI അടക്കമുള്ളവർ ചില വിമർശനങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. പക്ഷെ അതൊക്കെ തള്ളിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ അത് UPSCക്ക് കൈമാറിയിട്ടുള്ളത്. MR അജിത് കുമാർ DGP ആകുമോ അതോ അത് കൈമാറിയിട്ടുള്ളത് MR അജിത് കുമാർ DGP ആകുമോ അതോ അദ്ദേഹത്തിന് മുകളിൽ റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് നിരവധി പേരുകൾ, ഈ 6 പേരുകളിൽ മറ്റ് നിരവധി പേരുകളും പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ട്. 3 പേരുടെ ഒരു സീനിയോറിറ്റി വെച്ചുള്ള ചുരുക്കപ്പട്ടികയുമുണ്ട്. അതൊക്കെ മറികടന്ന് MR അജിത് കുമാർ എത്തുമോ എന്നുള്ളതും കൗതുകകരമായ ചോദ്യമാണ്. തൽക്കാലം കാത്തിരിക്കാം. ഓക്കെ, ശരി ശ്രീകാന്ത്. തർക്കത്തെ തുടർന്ന് നിർത്തിവച്ച CPI ആലപ്പുഴ മണ്ഡലം ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ് പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടത്താൻ നിർദ്ദേശിച്ചത്. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ സാന്നിധ്യത്തിലാകും തെരഞ്ഞെടുപ്പ്. സുധീഷ് ഗോപാൽ ചേരുന്ന വിവരങ്ങളുമായി. സുധീഷ്, വിവരങ്ങൾ. സുധീഷ്, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വിവരങ്ങൾ എന്താണ്? വീണ, CPI ആലപ്പുഴ മണ്ഡലം സമ്മേളനം അത് മത്സരം ഉണ്ടായതിനെ തുടർന്ന് ശക്തമായ വിഭാഗീയതയെ തുടർന്ന് മത്സര സാധ്യത തെളിഞ്ഞതോടെയാണ് നിർത്തിവെച്ചത്. ഇതേ തുടർന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയാണ് ഇപ്പോൾ വീണ്ടും ഇന്ന് പ്രതിനിധി സമ്മേളനം നടത്താനും ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനും തീരുമാനിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, CPIയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ആലപ്പുഴയാണ്. അവിടെ ആതിഥ്യം അരുളേണ്ടുന്ന ഒരു മണ്ഡലം കമ്മിറ്റിയിലാണ് ഇത്തരത്തിൽ വിഭാഗീയതയെ തുടർന്ന് സമ്മേളനം നിർത്തിവെക്കേണ്ടി വന്നത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കെ അതിനു മുമ്പ് തന്നെ മണ്ഡലം സമ്മേളനം പൂർത്തിയാക്കി ആ സമ്മേളന നടപടികളുടെ ഭാഗമായി ജില്ലാ സമ്മേളന പ്രതിനിധികളെയും അതോടൊപ്പം തന്നെ പുതിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുക്കാനുള്ള നിർദ്ദേശം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് വന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ 2 പേർ, സന്തോഷ് കുമാർ അടക്കമുള്ള 2 പേരുടെ നിരീക്ഷണത്തിലായിരിക്കും ഇന്ന് സമ്മേളനം പൂർത്തീകരിക്കുക. ഇത് വലിയ രീതിയിലുള്ള തർക്കമാണ് ഉണ്ടായത്. ഷാജഹാൻ നിബു എന്നീ 2 പേരാണ് മണ്ഡലം കമ്മിറ്റിയിലേക്ക് മത്സരിച്ചത്. ആ മത്സരത്തിൽ രംഗത്ത് വന്നതോടെയാണ് അന്ന് സമ്മേളനം നിയന്ത്രിച്ചിരുന്ന P പ്രസാദും അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസും അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നിരുന്നില്ല. അതിൽ ഏകപക്ഷീയമായാണ് പുതിയ പാനൽ അവതരിപ്പിച്ചത് എന്നുള്ളതായിരുന്നു ഈ മത്സരരംഗത്ത് എത്തിയവരുടെ എല്ലാം തന്നെ പ്രധാന വിമർശനം. അതോടൊപ്പം തന്നെ മണ്ഡലം സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്ന 20 വയസ്സ് കഴിഞ്ഞ ഒരാളെയാണെന്നും യുവാക്കൾക്ക് ഒരു പ്രാതിനിധ്യവും കമ്മിറ്റിയിൽ ഇല്ല എന്നതും അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്തരത്തിലൊരു തർക്കം ഉണ്ടായത്. ഇതേ തുടർന്നാണ് സമ്മേളനം നിർത്തിവെക്കേണ്ടി വന്നതും. ഇപ്പോൾ തന്നെ നാളെ ജില്ലാ സമ്മേളനം ആരംഭിക്കുമ്പോൾ വലിയ തർക്കമാണ് പുതിയ ജില്ലാ കമ്മിറ്റിയെ ചൊല്ലി ഇപ്പോൾ നിലനിൽക്കുന്നത്. TJ ആഞ്ചലോസ് വിഭാഗവും അതോടൊപ്പം തന്നെ കൃഷ്ണപ്രസാദ് വിഭാഗവും 2ആയി തിരിഞ്ഞ് ചേരിപോരിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തു തന്നെ ആയാലും സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുന്ന ഒരു മണ്ഡലമില്ലെങ്കിൽ ജില്ല എന്ന നിലയ്ക്ക് ആലപ്പുഴയിലെ ജില്ലാ സമ്മേളനത്തിന്റെ പ്രസക്തിയും ഏറെയാണ്. നാളെ ഭരണിക്കാവിലാണ് ജില്ലാ സമ്മേളനം ആരംഭിക്കുക. വീണ. ഓക്കെ, ശരി സുധീഷ്. വിഭാഗീയത CPIയിലുമുണ്ട് ആലപ്പുഴയിൽ. തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ വിദഗ്ധ സംഘം ഉടനെത്തും. ബ്രിട്ടനിൽ നിന്നുള്ള 40 പേരടങ്ങുന്ന സംഘമാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. തകരാർ പരിഹരിക്കാനാവാത്ത സ്ഥിതി വന്നാൽ എയർലിഫ്റ്റ് ചെയ്യാനും നീക്കം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, വിവരങ്ങൾ എന്താണ്, നടപടികൾ എടുക്കാൻ പോകുന്നത്?
ബ്രിട്ടീഷ് കപ്പലിലെ വിദഗ്ധ സംഘവും അതോടൊപ്പം തന്നെ മറ്റ് വിദഗ്ധ സംഘങ്ങളും നേരത്തെ എത്തിയിരുന്നു. നേരത്തെ എത്തി വിമാനത്തിൻ്റെ തകരാർ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും അത് സാധ്യമായില്ല. പിന്നീട് വിമാനം ഈ തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തുടരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. പലതവണ ഇതിൽ വിമാനത്തിൻ്റെ പ്രശ്നപരിഹാരത്തിനായിട്ട് ശ്രമിച്ചെങ്കിൽ പോലും അത് നടന്നില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ കൂടുതൽ വിദഗ്ധ സംഘം തലസ്ഥാനത്തേക്ക് എത്തുന്നത്, തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തുന്നത്. ബ്രിട്ടനിൽ നിന്നുള്ള 40 അംഗ സംഘമാണ് ഈ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അതിൽ വിമാനത്തിൻ്റെ കമ്പനിയിലെ വിദഗ്ധരായിട്ടുള്ള എഞ്ചിനീയർമാർ അടക്കമുള്ള ഒരു സംഘം എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നോ നാളെയോ അവർ തിരുവനന്തപുരത്തേക്ക് എത്തും. തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലെത്തി ഈ പ്രശ്നപരിഹാരം, അതായത് എന്താണ് തകരാറെന്നത് കണ്ടെത്തുകയും കണ്ടെത്താനുള്ള നടപടിക്രമം കണ്ടെത്തിക്കൊണ്ടുള്ള ആ തകരാറ് പരിഹരിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. നിർമ്മാണങ്ങളടക്കം അറ്റകുറ്റപ്പണികളടക്കം നടത്തണമെങ്കിൽ അതടക്കം നടത്തുകയും ചെയ്യും. തുടർന്ന് വിമാനം കൊണ്ടുപോകാനാണ് നിലവിലെ തീരുമാനം. എന്നാൽ അങ്ങനെ സാധിക്കാതെ വരികയാണെങ്കിൽ, വിമാനത്തിൻ്റെ തകരാറ് പരിഹരിക്കാൻ കഴിയാതെ വീണ്ടും അനന്തമായി നീണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് വിമാനത്തെ ബ്രിട്ടൻ്റെ കപ്പലിൽ എത്തിക്കുവാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. അതിനായി പ്രത്യേക വിമാനം, അതായത് ഈ വിമാനങ്ങളെല്ലാം വഹിക്കുന്ന കാർഗോ സമാനമായ അല്ലെങ്കിൽ ഈ വിമാനങ്ങളെ വഹിക്കുന്ന വിമാനവാഹിനികളിലായിട്ടുള്ള വിമാനങ്ങളുണ്ട്. അത്തരം വിമാനങ്ങളെ ഉപയോഗിച്ച് എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് കപ്പലിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ നീക്കങ്ങളെല്ലാം നടക്കണമെങ്കിൽ ഈ പുതിയ വിദഗ്ധ സംഘം എത്തേണ്ടിയിരിക്കുന്നു. അവരുടെ പരിശോധന കൂടി നടത്തിയ ശേഷം അറ്റകുറ്റപ്പണികൾ കൂടി നടന്നതിന് ശേഷം മാത്രമേ കൃത്യമായ വിവരം എന്തായാലും പറയാൻ കഴിയുകയുള്ളൂ. അതായത് കൂടുതൽ സംഘം ഇവിടേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായ വിവരം എന്ന് പറയുന്നത് ഇന്നോ നാളെയോ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ മാസം 14-ാം തീയതിയാണ് രാത്രിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടന്നത്. ഇന്ധനം തീർന്നതിനെ തുടർന്ന് ലാൻഡ് ചെയ്യാൻ അവസരം തരണമെന്ന് പൈലറ്റ് അറിയിക്കുകയും തുടർന്ന് അതിൻ്റെ അധികൃതരുമായി ബന്ധപ്പെടുകയും ചെയ്തതിനു ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് അടിയന്തര ലാൻഡിംഗ് നടത്തുവാനുള്ള അനുമതി നൽകിയത്. ഇന്ധനം നിറച്ച ശേഷം വീണ്ടും വിമാനം പറന്നുയരാൻ ശ്രമിച്ചപ്പോൾ നടക്കാതെ വന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് എഞ്ചിൻ തകരാറടക്കം ഉണ്ടായി എന്ന് കണ്ടെത്തുന്നത്. തുടർന്ന് പലതവണ ഇതിൻ്റെ വിദഗ്ധ സംഘം നടത്തിയിരുന്നു, അതായത് വിമാനത്തിൻ്റെ വിദഗ്ധ സംഘം എത്തിയിരുന്നെങ്കിൽ പോലും എന്താണ് ഈ പ്രശ്നപരിഹാരം, എന്താണ് ഈ വിമാനത്തിൻ്റെ തകരാറെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് യാത്ര അനന്തമായി നീണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ സ്ഥിതി ഇപ്പോൾ 2 ആഴ്ച പിന്നിടുന്നു. ഈ സ്ഥിതി തുടർന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അതായത് ഇന്ത്യ ഗവൺമെൻറ് ഇതിനൊരു പിഴയല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള വാടക ഇനത്തിൽ ഇത്രയും കാലം കഴിഞ്ഞതിൻ്റെ വാടക ഈടാക്കാൻ ഒരു നീക്കവും നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതും ബ്രിട്ടീഷിൻ്റെ യുദ്ധവിമാനമായതുകൊണ്ട് തന്നെ ആഭ്യന്തര മന്ത്രാലയവുമായിട്ട് ആലോചിച്ചുകൊണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയവും ആലോചിച്ചുകൊണ്ടായിരിക്കും തുക അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അങ്ങനെ ഒരു തുക കൂടി ഈടാക്കുവാൻ, വാടക ഇനത്തിൽ ഇത്രയും കാലം കഴിച്ചുകൂട്ടിയതിൻ്റെ വാടക ഇനത്തിലുള്ള തുക കൂടി ഈടാക്കുവാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ എഞ്ചിനീയർമാർ എത്തിയതിനു ശേഷം, അതായത് വിദഗ്ധ സംഘം എത്തിയതിനു ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്താണ് ഇതിൻ്റെ തകരാറെന്നതും ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. കടലിൽ നങ്കൂരമിട്ടിരുന്ന കപ്പലിൽ നിന്നാണ് ഈ വിമാനം പറന്നുവരുന്നത്. 100 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ കപ്പലുണ്ടായിരുന്നത്. ആ കപ്പലിൽ നിന്ന് പറന്നു വരികയും പിന്നീട് പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് കപ്പലിലേക്ക് തിരിച്ചിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം വട്ടമിട്ട് പറന്നുകൊണ്ട് ഇന്ധനം തീർത്തതിനു ശേഷമാണ് അടിയന്തര ലാൻഡിംഗ് തിരുവനന്തപുരത്ത് നടത്തിയത്. ശരി പ്രസാദ്, ഏതായാലും 40 പേരടങ്ങുന്ന വിദഗ്ധ സംഘമാണ് തിരുവനന്തപുരത്ത് എത്തി ഇതിന്റെ തകരാർ പരിഹരിക്കുക അല്ലെങ്കിൽ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇത് എയർലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനവും ഒക്കെ ആലോചിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. തമിഴ്നാട് വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ പിടികൂടി ഭക്ഷിച്ച പുലി പിടിയിൽ. തമിഴ്നാട് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. 6 വയസ്സുകാരി റോഷ്നിയുടെ വീടിന് സമീപം സ്ഥാപിച്ച കൂട്ടിലാണ് പുലി അകപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് വീട്ടുമുറ്റത്ത് നിന്ന് കുട്ടിയെ പുലി പിടികൂടി കാട്ടിലെത്തിച്ച് ഭക്ഷിച്ചത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, ഈ വലിയ ഒരു ദുരന്തം എന്ന രീതിയിൽ തന്നെ പറയാവുന്നൊരു വാർത്തയായിരുന്നു അന്നുണ്ടായത്. പക്ഷേ ഏതായാലും ആ കൂട് സ്ഥാപിച്ചു നടത്തിയ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു എന്നാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ ഈ പുലി കുടുങ്ങിയതിന് ശേഷം? വീണ, കഴിഞ്ഞ 20-ന് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് കേരള തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള വാൽപ്പാറയിലെ എസ്റ്റേറ്റിന് സമീപമുള്ള വീട്ടിനുള്ളിൽ നിന്നും, അല്ലെങ്കിൽ വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടീനെ പുലി കടിച്ചുകൊണ്ടുപോയത്. അമ്മയുടെ കൺമുന്നിൽ നിന്നും പുലി കുട്ടീനെ വലിച്ചെഴിച്ച് തേയിലത്തോട്ടത്തിലൂടെ കാട്ടിലേക്ക് മറയുകയായിരുന്നു. തുടർന്ന് അന്ന് രാത്രിയും
അടുത്ത ദിവസം അതായത് 21-ാം തീയതി പകലും നടത്തിയ വലിയൊരു തെരച്ചിലിനൊടുവിൽ 12 മണിയോടുകൂടി 21-ാം തീയതി 12 മണിയോടുകൂടിയാണ് ഈ കുട്ടിയുടെ മൃതദേഹം പുലി പാതി ഭക്ഷിച്ച നിലയിലുള്ള കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്ന് ആ പ്രദേശങ്ങൾ അടക്കം അരിച്ചു പെറുക്കിക്കൊണ്ട് വലിയൊരു പരിശോധനയും അതേപോലെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തെ തുടർന്ന് അവിടെ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിരുന്നു. തുടർന്ന് 5 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പുലി ഇന്ന് പുലർച്ചയോടുകൂടി ഈ മരണപ്പെട്ട കുട്ടിയുടെ അതായത് 6 വയസ്സുകാരിയുടെ വീടിന് സമീപം വെച്ച റോഷ്നിയുടെ വീടിന് സമീപം വെച്ച ആ കൂട്ടില് പുലി അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് വലിയ രീതിയിൽ ഈ സംഭവത്തിന് ശേഷം ഈ വാൽപ്പാറയിൽ അടക്കം വലിയ പ്രതിഷേധം ആ നാട്ടിൽ എസ്റ്റേറ്റിലുള്ളവരുടെയും അതേപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലുള്ളവരുടെ വലിയൊരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ പ്രതിഷേധം ഫലം കണ്ടിരിക്കുന്നു. വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള കൂട്ടിൽ പുലി അകപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് ഇന്ന് അതിനെ ഉൾവനത്തിലേക്ക് കൊണ്ടുവിടുന്ന നടപടികളൊക്കെ ആരംഭിക്കുമെന്നാണ് തമിഴ്നാട് വനം വകുപ്പിൽ നിന്ന് ഉള്ള ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായി തന്നെ പുലിയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചുള്ള പഠനവും അല്ലെ പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷമായിരിക്കും വനവകുപ്പ് പുലിനെ ഉൾക്കാട്ടിലേക്ക് കൊണ്ടുവിടുന്ന നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എന്തായാലും പുലിനെ തുറന്നുവിടും, ഉൾവനത്തിലേക്ക് തുറന്നുവിടുമെന്നാണ് തമിഴ്നാട് വനവകുപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ശരി. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു, വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ പുലിയെ കാട്ടിനുള്ളിലേക്ക് തന്നെ തുടർന്നു വിടാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പക്ഷേ അത് ഉൾക്കാട്ടിലായിരിക്കും എന്നുള്ളത് കൊണ്ട് വീണ്ടും അത് തിരികെ നാട്ടിലേക്ക് എത്താനുള്ള സാധ്യതയൊക്കെ കുറവാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇടുക്കി പീടുമേട് പ്ലാക്കത്തടുത്ത് വനത്തിനുള്ളിൽ വനവാസി സ്ത്രീ മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകുന്നു. ഇത് പോലീസ് അന്വേഷണത്തെ ബാധിക്കുന്നു. സീത മരിച്ചത് കാട്ടാന ആക്രമണത്തിലല്ല എന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ വ്യക്തമായിരുന്നു. എന്നാൽ പോലീസ് കൊലപാതകം എന്ന സ്ഥിരീകരണത്തിലേക്കും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വിവരം. സുബിൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുബിൻ, ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറാണ് ഈ ഒരു സംശയം ആദ്യം പറയുന്നത്. ഇതൊരു കാട്ടാന ആക്രമണത്തിലല്ല സീത കൊല്ലപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ സീതയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത് എന്നുള്ളത്. തുടർന്നാണ് കൊലപാതക സാധ്യതയൊക്കെ അന്വേഷിച്ചത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർണ്ണമായി കയ്യിൽ കിട്ടാതെ എങ്ങനെയാണ് പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. മറ്റേതെങ്കിലും തരത്തിൽ സമാന്തരമായി പോലീസ് മുന്നോട്ട് പോയിട്ടുണ്ടോ ഈ കേസിൽ? ഈ കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കാരണം ആദ്യഘട്ടത്തിൽ ഇത് കാട്ടാനാക്രമണത്തിലല്ല ഈ ഒരു മരണം നടന്നിട്ടുള്ളത്, അത് കൊലപാതകമാണ് എന്ന തരത്തിൽ ഒരു വ്യക്തത വരുത്തിയത് അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശം നടത്തിയത് ഈ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയ പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം വിശദമായ അന്വേഷണം നടത്താമെന്നുള്ളൊരു തീരുമാനമാണ് പോലീസ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 13-ാം തീയതിയാണ് ഇത്തരത്തിൽ ഈ ഒരു വനത്തിനുള്ളിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സീത എന്ന വനവാസി യുവതിയെ ഇത്തരത്തിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഇത്തരത്തിൽ ഈ ഭർത്താവ് ബിനുവാണ് ആദ്യം ഇത് കാട്ടാനാക്രമണമാണ് എന്ന് പുറം ലോകത്തെയും വനംവകുപ്പിനെയും വിളിച്ചറിയിക്കുന്നത്. തുടർന്നാണ് ഈ സ്ഥലത്ത് ഇവർ തന്നെ ഈ മൃതദേഹം പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു. ശേഷം ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും സീത മരിക്കുകയും ചെയ്തിരുന്നു. പ്രാഥമികമായി തന്നെയുള്ള പരിശോധനയിലാണ് ഈ ഒരു ഡോക്ടർ ഇത്തരത്തിൽ ഈ ഒരു കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ടല്ല മരണമെന്ന് പറയുന്നത്. കാട്ടാനാക്രമണത്തിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള പരിക്കുകളൊന്നും തന്നെ സീതയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഡോക്ടർ പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് ശേഷം വ്യക്തമാക്കിയിരുന്നത്. അതിനുശേഷം ഈ പോലീസിന്റെ അന്വേഷണ സംഘം ഈ ഒരു സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി. നിലവിൽ ഇപ്പോൾ ഫോറൻസിക് ഉദ്യോഗസ്ഥർ പരിശോധനാ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിനും ജില്ലാ പോലീസ് മേധാവിക്കും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ അവർ പറഞ്ഞിരുന്നത് മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഈ സംഭവം നടന്ന സ്ഥലത്ത് കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഈ ഒരു അവ്യക്തത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർ നടപടികൾ അല്ലെങ്കിൽ തുടർ അന്വേഷണം നടത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എന്തായാലും പോലീസ് എത്തിയിട്ടുള്ളത്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡോക്ടർ കൊടുക്കാൻ വൈകുന്നത് അത് അന്വേഷണത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം പ്രധാനമായും ഉയരുന്നത്. ഇത്തരത്തിൽ ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത നീക്കണമെന്നുള്ള ഒരു ആവശ്യം ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിൽ ഈ ഡോക്ടറിൽ നിന്നും ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങുന്നതിന് വേണ്ട അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നുള്ള ആവശ്യവും അവർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രക്ഷോഭങ്ങളുടെ 50-ാം അനുസ്മരണ ദിനത്തിൽ എറണാകുളത്ത് യുവകൂട്ടത്തോൺ സംഘടിപ്പിച്ചു. നിരവധി പേർ കൂട്ടയോട്ടത്തിൽ പങ്കാളികളായി. കൂട്ടം ചേരുന്നതിന് വിലക്കുണ്ടായിരുന്ന ജനാധിപത്യത്തെ കശാപ്പു ചെയ്ത കാലം ഓർത്തെടുക്കുകയായിരുന്നു കൂട്ടയോട്ടത്തിൽ. ത്തപ്പൻ ഗാന്ധി പ്രതിമയിലേക്കായിരുന്നു കൂട്ടയോട്ടം. യുവജന കൂട്ടായ്മയായ ടീം യുവ കൂട്ടത്തോൺ എന്ന പേരിലാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. അടിയന്തരാവസ്ഥ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത വെളിയത്തുനാട് സ്വദേശിനി മായാദേവി വി ഐ കൂട്ടയോട്ടം ഫ്ലാഗ് ഓഫ് ചെയ്തു.
ഗാന്ധി സ്ക്വയറിൽ നടന്ന സമാപനത്തിൽ ഭാരത് മാതാ ആരതിയും ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണവും നടന്നു. അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ചുള്ള കുരുക്ഷേത്ര പ്രകാശൻ പ്രസിദ്ധീകരിച്ച അടിയന്തരാവസ്ഥ ജനാധിപത്യ കശാപ്പിന് 50 ആണ്ട് തികയുമ്പോൾ എന്ന പുസ്തകവും EN നന്ദകുമാർ എഴുതിയ അടിയന്തരാവസ്ഥ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകവും ചടങ്ങിൽ പരിചയപ്പെടുത്തി. ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ അഡ്വക്കേറ്റ് OM ശാലീന, RSS കൊച്ചി മഹാനഗർ സഹസംഖ്യാലക് ഡോക്ടർ A കൃഷ്ണമൂർത്തി, പ്രാന്ത ഭൂദാന പ്രമുഖ് രാമനുണ്ണി എന്നിവർ പങ്കെടുത്തു. ജനം, കൊച്ചി. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് ഭാരതീയ വിചാര കേന്ദ്രത്തിൽ പുസ്തക പ്രകാശനം നടന്നു. N നന്ദകുമാർ എഴുതിയ അടിയന്തരാവസ്ഥ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടന്നത്. രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഉണർന്ന ഭാരത ജനതയുടെ ചരിത്രം പറയുന്നതാണ് പുസ്തകം. അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷം ഭരണഘടനാ ലംഘനത്തിന്റെ ഓർമ്മപ്പെടുത്തൽ ദിനത്തോടനുബന്ധിച്ച് പുസ്തക പ്രകാശനം ഭാരതീയ വിചാര കേന്ദ്രത്തിൽ നടന്നു. രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഉണർന്ന ഭാരത ജനതയുടെ ചരിത്രം പറയുന്ന പുസ്തകമാണ് N നന്ദകുമാറിന്റെ അടിയന്തരാവസ്ഥ രണ്ടാം സ്വാതന്ത്ര്യ സമരം. പുസ്തകത്തിന്റെ പ്രകാശനം ഭാരതീയ വിചാര കേന്ദ്രത്തിൽ നടന്നു. ഹിന്ദുധർമ്മ പരിഷത്ത് പ്രസിഡന്റ് M ഗോപാലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ K രാമൻപിള്ള, CP ജോണിന് പുസ്തകം നൽകി ആദ്യ പ്രകാശനം നിർവഹിച്ചു. P രാജശേഖരൻ സ്വാഗതം ആശംസിച്ചു. T സതീശൻ ആമുഖപ്രസംഗം നടത്തി. N നന്ദകുമാർ ഉൾപ്പെടെ മറ്റു പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. അടിയന്തരാവസ്ഥ സ്വതന്ത്ര ഭാരത ചരിത്രത്തിലെ കറുത്ത ഏടാണ്. ശക്തമായ നടപടികൾ ഏകാധിപത്യത്തിന്റെ ലക്ഷ്യമല്ല എന്നും N നന്ദകുമാർ പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 1971 തുടങ്ങിയിട്ട് 75 വരേക്കുള്ള 4 വർഷക്കാലം കൊണ്ട് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരെ വർഷാവർഷം മാറ്റും. കാരണം ഇന്ദിരാഗാന്ധിക്ക് കപ്പം കൊടുക്കാത്ത എല്ലാ മുഖ്യമന്ത്രിമാരെയും മാറ്റും. അതിനെക്കുറിച്ച് വ്യക്തമാക്കി പറഞ്ഞത് മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീമാൻ PC സേഠി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഞാൻ ഈ പുസ്തകത്തിന് തരുത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. AK അരുൺ ചടങ്ങിന് കൃതജ്ഞത അർപ്പിച്ചു. ചടങ്ങിൽ മറ്റ് പ്രമുഖരും പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം. RSSന്റെ മുതിർന്ന പ്രചാരകന്മാരുടെ അടിയന്തരാവസ്ഥ കാലത്ത് അനുഭവിച്ച കഠിനയാതനകൾ ജനം ടിവിയോട് വിവരിച്ചു. മുതിർന്ന പ്രചാരകന്മാരായ ശ്രീധർ പന്ത് ഫഡ്കെ, സുഹാസ് ഹിരമിഡ്, ഉദയ് ത്യാത്യ ജോഗ്ലേക്കർ, പൂനെ നവോദയയുടെ മുൻ പ്രസിഡന്റും മലപ്പുറം ജില്ലാ ABVPയുടെ ജില്ലാ കൺവീനറുമായി പ്രവർത്തിക്കുകയും ആയിരുന്ന പൊന്നുണ്ണി രാജൻ എന്നിവരാണ് പഴയകാല അനുഭവങ്ങൾ ഓർത്തെടുത്തത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ IT സമുച്ചയമായ ലുലു IT ട്വിൻ ടവറുകൾ കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ പ്രവർത്തന സജ്ജമാകുന്നു. ടവറുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ച നിർവഹിക്കും. 1500 കോടിയിലേറെ രൂപയുടെ മുതൽ മുടക്കിലാണ് IT സമുച്ചയം യാഥാർത്ഥ്യമായിരിക്കുന്നത്. IT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുമായാണ് ലുലു IT ട്വിൻ ടവറുകളിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ ആൻഡ് CEO MA നിഷാദ്, ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ ഫഹാസ് അഷ്റഫ് എന്നിവർ അറിയിച്ചു. 30 നിലകൾ വീതമുള്ള ടവറുകൾ 35 ലക്ഷം ചതുരശ്ര അടിയിലാണ് നിർമ്മാണം. 30,000-ലേറെ ടെക് പ്രൊഫഷണലുകൾക്ക് ഇവിടെ ജോലി ചെയ്യാനാകും. യുവനടന്മാരിൽ ശ്രദ്ധേയനായ ബിബിൻ ജോർജിനെ നായകനാക്കി ക്യാമ്പിങ്ങിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രം കൂടൽ ജൂൺ 27-ന് നാളെ തിയേറ്ററുകളിലെത്തുന്നു. T&J പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജിതിൻ KV നിർമ്മിച്ച ചിത്രം ഷാനു കാക്കൂർ, ഷാഫി എപ്പിക്കാട് എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്തിരിക്കുന്നു. ഷാഫി എപ്പിക്കാട് രചന നിർവഹിച്ച ചിത്രത്തിൽ ബിബിൻ ജോർജിനെ കൂടാതെ വിനീത് തട്ടിൽ, വിജിലേഷ്, ഗജരാജ്, കെവിൻ പോൾ, വിജയകൃഷ്ണൻ, റാഫി, അഖിൽ ഷാ, സാംജീവൻ, മറീന മൈക്കിൾ, നിയ വർഗീസ്, അനു സോനാര, റിയ ഇഷ, ലാലി PM, അർച്ചന രഞ്ജിത്ത്, ഹിഫ്രാസ്, ദാസേട്ടൻ കോഴിക്കോട് എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ക്യാമറ ഷജീർ പപ്പ, എഡിറ്റിംഗ് ജർഷാജ് കൊമേരി, PRO അജയ് തുണ്ടതിൽ. പുത്തൻപുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സിലേക്ക് കടക്കും. നമസ്തേ.